ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. ربنا زدنا علما. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളിപ്പോൾ വീണ്ടും നമ്മളെ പഠന ത്തിന്റെ ഭാഗമായിട്ട്, അതായത് നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും നമ്മൾ ഫാത്തിഹ സൂറ പഠിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അഴുതു, അതേപോലെ ബിസ്മില്ല അതിന്റെ പ്രാധാന്യങ്ങളൊക്കെ മനസ്സിലാക്കി. അഴുതു ഓതുന്നതിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, അതിലൂടെ നമുക്ക് എത്രമാത്രം നമ്മൾ റബ്ബിൽ നിന്നുള്ള രക്ഷ നേടിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതും, അതേപോലെ ബിസ്മില്ല എന്ന് പറയുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ ബിസ്മില്ലാഹി കൊണ്ടുവരുമ്പോൾ അത് അള്ളാഹുവിനെ ഓർക്കലാണെന്നും, ആ ഓർക്കലിലൂടെ അള്ളാഹു പറഞ്ഞ ആ ഒരു നമ്മളോട് പറഞ്ഞൊരു വാഗ്ദാനത്തെ നമ്മൾ ഓർത്തെടുത്തു അല്ലെ. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരൊറ്റ ഇതുപോലെ നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ കുഞ്ഞു വാക്കുകൾ നമ്മൾ വായിൽ നിന്ന് ഉരുവിടുന്ന സമയത്ത് എത്രമാത്രം നമ്മൾ റബ്ബുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും, അതിലൂടെ നമ്മൾക്ക് നമ്മളെ റബ്ബ് ഓർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് കിട്ടുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലെ. അള്ളാഹു നമ്മളെ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് നോക്കാനുള്ളത്? സുബ്ഹാനല്ലാഹ്. ആ ഓർമ്മയിലായിരിക്കും നമ്മൾക്ക് റബ്ബിന്റെ രക്ഷ കിട്ടും, സഹായം കിട്ടും. നമുക്ക് എന്തൊക്കെ മുന്നോട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ വേണം അതെല്ലാം കിട്ടും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ, അതായത് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളാണെങ്കിൽ പോലും, അത് ഉറക്കമാവട്ടെ, ഭക്ഷണം ഉണ്ടാക്കലാക്കട്ടെ, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ, വെള്ളം കുടിക്കുന്നതായിക്കോട്ടെ, വീട്ടിലെ പണികളായിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഒരു ബിസ്മില്ലാ പറയുന്നതിലൂടെ ഇബാദത്തുകളാക്കി മാറ്റാൻ പറ്റും അല്ലെ. സുബ്ഹാനല്ലാ. റബ്ബിനെ ദിക്ർ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എന്താ പറയാ, എല്ലാ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ അല്ലെ രാത്രി ഉറങ്ങുന്നത് പോലും, രാത്രി ഉറങ്ങുന്നത് വരെ എന്നല്ല പറയുന്നത്, രാത്രി ഉറക്കം പോലും നമ്മൾക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റുകയാണ്. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്ന് പറയുന്നതിലൂടെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയുന്നതിലൂടെ അല്ലെ, ഓരോ സമയവും നമ്മൾ ബിസ്മില്ലാ ബിസ്മില്ലാ അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എന്തെല്ലാം മാഷാ അല്ലാ തബാറകല്ലാ, എല്ലായിടത്തും അള്ളാഹുവിന്റെ ദിക്റുകൾ മാത്രം. എപ്പോഴും നമ്മുടെ നാവ് അള്ളാഹുവിന്റെ ദിക്റുകൾ കൊണ്ട് പച്ചയായിരിക്കട്ടെ എന്നാണ് അല്ലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ തന്നെ. അത് നമ്മൾ എണ്ണം പറഞ്ഞു ചൊല്ലണമെന്നും, നമ്മൾ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് നമ്മളിങ്ങനെ മുക്ക് തുറന്നു വെച്ച് പറയണമെന്നൊന്നും ഇല്ല. സുബ്ഹാനല്ലാ. നമ്മളിപ്പോ ഈ ഇരിക്കുന്നതും ഒരു ദിക്റാണ്. ഏറ്റവും വലിയ ദിക്റാണ് എന്താണെന്ന് അറിയാം, അത് നമ്മുടെ നമസ്കാരവുമാണ്. എത്രമാത്രം നമ്മൾ അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അല്ലെ. അറിയാം നമ്മൾക്ക് നമസ്കാരം അത്രമാത്രമാണെന്ന്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഖുശൂ നമുക്ക് അതിൽ ലഭിക്കാത്തത് കാരണം നമ്മൾ ഓരോരുത്തരും പ്രയാസം അല്ലെ, മനസ്സിനൊരു വിഷമം, നമുക്ക് ആ ഖുറത്ത് അയിനാണെന്നുള്ള ഒരു ആഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും മരണം വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, മരണം വരെ വിദ്യാർത്ഥിയാവുക എന്നുള്ള ആ ഒരു കാര്യത്തിനെ നമ്മൾക്ക് അങ്ങ് എടുക്കാം അല്ലെ. ഒരു പ്രായം ഒരു പരിധി അല്ല നമ്മുടെ അള്ളാഹുവിന്റെ നീതിന്റെ മാർഗത്തിൽ പഠിക്കാനായിട്ട്. അള്ളാഹു ദീൻ നൽകിയവർക്ക്, അതായത് അറിവ് നൽകിയവർക്ക് അള്ളാഹു അല്ലെ ഒരുപാട് നന്മകൾ നൽകപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്കേ അവൻ ഇൽമിനെ നൽകുകയുള്ളൂ, ദീൻ നൽകുകയുള്ളൂ എന്നുള്ളതാണ് അല്ലെ. ബാക്കിയുള്ളവർ അങ്ങനെ എന്തൊക്കെയോ ജീവിതത്തിൽ സന്തോഷിച്ച് ആഘോഷിച്ച് ജീവിക്കുന്നുണ്ടാവാം. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾ എത്ര റബ്ബിനെ സ്തുതിക്കണം അല്ലെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾക്ക് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും, എത്രയോ പ്രാവശ്യം നമ്മൾ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതിന്റെ അർത്ഥവും കാര്യങ്ങളും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകൾ ഇപ്പൊ ഏത് ജുസു അമ്മയെന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഫാത്തിഹ പഠിക്കും. അതേപോലെ തന്നെ നമ്മൾ ബക്കറയിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ ഫാത്തിഹ പഠിക്കും. ഒരു ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കൂടിയിരുന്നാൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫാത്തിഹ ആയിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. ഏതൊരു തരത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിലും അല്ലെ, നമ്മൾക്ക് ഫാത്തിഹ നമുക്ക് പഠിക്കാതെ നമ്മൾ മുന്നോട്ട് നീങ്ങാറില്ല. അപ്പൊ എത്രയോ പ്രാവശ്യം പഠിച്ചാലും മനസ്സിലാക്കിയാലും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഖുർആൻ ഒരു മഴയാണ്, നമ്മളിലേക്ക് അത് വീണ്ടും വീണ്ടും പെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും നമ്മളുടെ മനസ്സ് തന്നെ ഇങ്ങനെ തളിർത്ത് എന്താ പറയാ, ഒരു വല്ലാത്തൊരു പച്ചപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്, സന്തോഷം അതിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
ഈ ഒരു ക്ലാസ്സിൽ നമുക്കിപ്പോൾ ഇരിക്കുന്നതിലൂടെ ഒരു ഫാത്തിഹ വീണ്ടും നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതുപോലെ നമ്മുടെ ഒരു മനസ്സിലേക്ക് ഒരു തണുപ്പ് അല്ലെ, ഒരു കണ്ണിന് നമുക്കൊരു കുളിർമ, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നമസ്കാരത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിലൂടെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പഠനം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾക്ക് അല്ലെ അത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാനും അത് ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ നമുക്ക് നമസ്കാരത്തിൽ ഒന്നുകൂടി ഒരു ശ്രദ്ധ പതിപ്പിക്കാനും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എളുപ്പം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഫാത്തിഹയുടെ അർത്ഥം ചോദിച്ചാൽ ഇപ്പൊ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ അതിന്റെ ഫാത്തിഹ ഫതഹ് എന്ന് പറയുന്നത് ആരംഭം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ അല്ലെ ഇരിക്കുന്നത് തന്നെ എവിടെയാണ്? ഖുർആനിന്റെ ആദ്യത്തിലാണ്. ഖുർആനിന്റെ ആദ്യത്തിൽ തന്നെ, തുടക്കം തന്നെ. അതുകൊണ്ട് ഈ ഒരു ഫാത്തിഹ സൂറത്തിന് പ്രാരംഭം എന്നുള്ളത് മാത്രമല്ല, ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ് എന്നൊക്കെ പേരുണ്ട്. ഉമ്മ അല്ലെ, ഖുർആനിന്റെ ഉമ്മയാണ്. ആദ്യം എല്ലാറ്റിന്റെയും ആദ്യം എന്ന് പറയുന്നത് ഉമ്മയാണല്ലോ. അതുപോലെ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫാത്തിഹയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ്? സൂറത്തു സ്വലാ, നമസ്കാരത്തിൽ നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സൂറത്താണ്. ഇനി എങ്ങാനും ഫാത്തിഹ ഓതാൻ മറന്നു പോയാൽ അവന് നമസ്കാരമില്ല എന്നാണ് അല്ലെ. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ത്? നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂറത്തുൽ സലാ എന്നുള്ള പേരുണ്ട്. സബറൽ മസാനി, കാരണം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. നമ്മൾ വീണ്ടും ഈ ഏഴ് ആവർത്തിത വചനങ്ങൾ അല്ലെ, വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അൽ ഖുർആനിൽ അലീം അല്ലെ, ഖുർആനിന്റെ ഏറ്റവും മൂലമായിട്ടുള്ള ഇതാണെന്നാ പറയുന്നത്. അതായത് എല്ലാറ്റിന്റെയും ഒരു ഖുർആൻ എന്ന് പറയുന്നത് എന്താണ്? ദീനിന്റെ എല്ലാറ്റിന്റെയും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നെങ്കിൽ ഖുർആനിന്റെ ഏറ്റവും എന്താ പറയുക, രത്ന ചുരുക്കമായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് എന്ത്? സൂറത്തുൽ ഫാത്തിഹ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ റുഖിയ, ഷിഫ, അൽ കാഫിയ, അൽ ഹംദ് എന്നൊക്കെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണെന്ത്? സൂറത്തുൽ മുനാജാത്ത് അല്ലെ. സൂറത്തുൽ മുനാജാത്ത് എന്നുള്ള പേര് നമ്മുടെ മനസ്സിൽ അങ്ങ് പതിയാണ്. കാരണം നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് സൂറത്തുൽ സ്വലായും സൂറത്തുൽ മുനാജാത്തും നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാല് സ്വലാത്ത് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി എന്താണ്? നമസ്കാരത്തിൽ ഓതുന്നത് കൊണ്ടാണ് നമസ്കാരത്തിന് സ്വലാത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. മുനാജാത്ത് എന്താണെന്നുള്ളത് നമുക്കറിയാം. മുലാഖാത്ത്, മുനാജാത്ത്, ഇതൊന്നും ഇനി പേര് നമ്മൾ മറക്കരുത്. കാരണം ഇത് നമ്മളുടെ സംഭാഷണം എന്ന് പറയും. മുനാജാത്ത് രണ്ടാൾക്കാർ തമ്മിലുള്ള സംസാരിക്കൂലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മീറ്റിംഗ്, ഒരു കോൺവെർസേഷൻ ആണ്. അപ്പൊ ഈ ഒരു സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? റബ്ബും അല്ലെ ഉടമയായ റബ്ബും അടിമയായ നമ്മൾ ഓരോരുത്തരും തന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം പ്രത്യേകമായിട്ടൊരു പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, വിശ്വാസിയുടെ മിയറാജാണ് ഓരോ നമസ്കാരവും എന്ന് പറയുന്നത്. കാരണം മിയറാജിന്റെ അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണ് എന്ത്? നമസ്കാരം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് ഈ 5 നേരവും റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അല്ലെ, നമ്മൾ റബ്ബിന്റെ അടുത്ത് എന്താണ് ശരിക്കും? നമ്മൾ റബ്ബുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ആ തരത്തിൽ അതിന് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ എല്ലാം നമ്മൾ റൂട്ടീനായിട്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്തു പോവുകയാണ് ചെയ്യുക അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ അങ്ങനെ. പക്ഷെ ഇപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു റിമൈൻഡേഴ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, കുറെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. ഓരോ സമയവും നമ്മൾ അതിലെ റബ്ബിന്റെ മുന്നിലാണ് പോയി നിൽക്കുക. അതുകൊണ്ട് കുറച്ചും കൂടെ പണ്ടത്തെ പോലെ ഒന്നുമല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലമായിക്കോട്ടെ, നമസ്കരിക്കുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ അല്ലെ, നമ്മൾ വുദു ആയിക്കോട്ടെ, ബാങ്ക് കേൾക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള റബ്ബിനോടുള്ള ഒരു സംഭാഷണം തന്നെയാണ് ഈ സൂറത്ത് മുനാജാത്ത്. അത് തന്നെ എന്താണ്, നമസ്കാരത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. കാരണം റബ്ബുമായിട്ട് ആ ഒരു കറക്റ്റ്, ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഫാത്തിഹ ഓതുന്നത് പോലെയല്ല, നമസ്കാരത്തിന്റെ സമയത്ത് ആ ഒരു റബ്ബുമായിട്ടുള്ള ആ ഒരു കണക്ഷന്റെ സമയത്ത് അല്ലെ, സില എന്ന് പറഞ്ഞാൽ കണക്ഷൻ ആണ്. നമസ്കാരത്തിന്റെ സമയത്ത് റബ്ബുമായിട്ട് നമ്മളിങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനം വരെ റബ്ബ് നമ്മളോട് എന്താണ്, നമ്മൾ ചോദിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് നമ്മൾക്ക് ആൻസർ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ അത് കേൾക്കാനുള്ള തരത്തിലുള്ള ഒരു സാവകാശം നമ്മൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ശ്വാസം വിടാതെ ഓതി പോകുമ്പോൾ നമുക്ക് എവിടെയാണ് അതിനൊരു സമയമുള്ളത്? ഒതൊന്നൊരു ഇരുത്തി നമ്മൾ പറയുന്നത് പോലെ അല്ലെ, ഓരോ ദുആകളും പറയുന്ന സമയത്ത് നമ്മൾക്കതിന് ഒരു ആൻസർ റബ്ബിൽ നിന്ന് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലൂടെ നമ്മൾ പറയണം. അങ്ങനെ ഒരു മൈൻഡ് ലെവലിലേക്ക് നമ്മളെ ഇങ്ങനെ ആക്കി കൊണ്ടുവരണം. എങ്ങനെയായാലും നമ്മൾക്കൊരു ശീലമുണ്ട്
ഇപ്പൊ പഠിക്കുന്ന സൂറത്തുകൾ കുറച്ചുകൂടി നമ്മൾ നന്നാക്കി പഠിക്കുന്നുണ്ടെങ്കിൽ ഫാത്തിഹയോ ആയത്തുൽ കുർസിയോ അതുപോലെ നമ്മൾ എന്നും നമസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ആ ചെറിയ സൂറത്തുകളെ നമ്മൾ അങ്ങനെ അങ്ങ് ഒരു വഴിക്ക് പോലെ എത്ര നമ്മൾ ക്ലിയർ ആക്കിയാലും തന്നെ എന്താണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും അതേ ഒരു ശൈലിയിലേക്ക് വന്നു പോകാറുണ്ട്. പക്ഷെ നമ്മൾ എന്നും ഓതിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട്, അതായത് ഫാത്തിഹയും ആയത്തുൽ കുർസി, ആമൻ റസൂൽ, അതുപോലെ നമ്മൾ എന്നും ഓതുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ആവാനും ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നമസ്കാരം നന്നാക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. കാരണം നമ്മളോട് നീ എത്ര ഖത്തം ഓതിയെന്നോ, നീ എത്രമാത്രം അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊന്നല്ല ചോദിക്കുക, നിന്റെ നമസ്കാരത്തിനെ കുറിച്ച് അല്ലെ. ആദ്യം റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളോട് ചോദ്യം ചോദിക്കുന്ന കാര്യം എന്താണ്, ഏത് ഇബാദത്തിനെ കുറിച്ചാണ് ചോദിക്കുക? നമ്മുടെ ഓരോരുത്തരുടെയും നമസ്കാരത്തെ കുറിച്ചാണ് ചോദിക്കുക. നമ്മൾക്കൊക്കെ എന്താണല്ലേ റബ്ബിന്റെ അടുത്ത് നമ്മളുടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് അറിയാം നമ്മളുടെ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഒരുപാട് പോരായ്മകൾ, നമ്മുടെ ചിന്തകൾ പല വഴിക്കും മാറിപ്പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് ജിഹാദ് എന്ന ഒരു മാർഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമസ്കാരത്തിലേക്ക് പോയി നിൽക്കുന്നത് അല്ലെ. ഓരോ നിമിഷവും നമ്മൾക്ക് അതെങ്കിലും ആവാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമസ്കാരത്തെക്കുറിച്ചും ഖുർആനും നമ്മൾ വീണ്ടും 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 നമ്മളെ പഠിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ മനസ്സിനെ കണക്ട് ആക്കി ചെയ്തുകൊണ്ടേയിരിക്കണം. പല കാര്യങ്ങളിലേക്ക്, ദുനിയാവിയായ കാര്യങ്ങളിലേക്ക് പെട്ടുപോകുമ്പോൾ കംപ്ലീറ്റ്ലി അത് വഴിക്ക് പോകും, ചിന്തകളും മാറിപ്പോകും. പക്ഷെ കുറേയൊക്കെ നമ്മൾക്ക് ആ ജിഹാദിന്, അതായത് നമ്മുടെ മനസ്സ് പോയാലും തിരിച്ചു കൊണ്ടുവരും, മനസ്സ് പോയാലും തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ആ ഒരു പിന്നെ എന്താണ് സ്റ്റാൻഡാണ് എന്ത് പറയുന്നത്, അതായത് ജിഹാദിന്റേത്. അതിന്റെ മുകളിലും അതിന്റെ താഴെയുമായിട്ടുള്ള ഒരുപാട് നമസ്കാരത്തിന്റെ വിവിധ തട്ടിലുള്ള നമസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു തലത്തിൽ നമ്മൾ നിൽക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പഠനം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ നമുക്ക് എപ്പോഴും പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തഫ്സീർ വായിക്കുമ്പോഴും അല്ലാതെയൊക്കെ ഈ ഒരു ഫാത്തിഹയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് നമ്മുടെ ഉസ്താദ് മുഹമ്മദ് ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് കുറച്ച് നമുക്കിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അതിന് ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഞാൻ തന്നെ പറയും, കാരണം നിങ്ങൾ എല്ലാവരും മ്യൂട്ടാണ്. എന്നാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ, നിങ്ങൾ ചിന്തിച്ചത് ശരിയാണെന്നുള്ളത്. ചിലപ്പോൾ ക്ലാസ് കേട്ടവരാണെങ്കിൽ ചിന്തിക്കും, അല്ലാത്തപ്പം ഈവൻ ഞാനാണെങ്കിലും പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ വേറെ വല്ലതുമായിരിക്കും ചിന്തിക്കേണ്ടാവുക. ഓക്കെ, ഉത്തരം കിട്ടേണ്ട 3 ചോദ്യങ്ങളാണ്. അപ്പൊ 3 ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ആൻസർ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചത് തന്നെയാണോ ഞാൻ പറഞ്ഞത് എന്ന് ഓർത്ത് നോക്കാം. ഇന്ന് പറഞ്ഞ വാക്കിൽ ഏറ്റവും മനോഹരമായ വാക്ക് ഏതാണ്? ഇന്ന് നമ്മൾ പറഞ്ഞതിൽ, ഓക്കെ, ഇന്ന് രാവിലെ നേരെ വെളുത്ത് ഇത്രയും സമയമായതിൽ നമ്മൾ പറഞ്ഞ വാക്കിൽ ഏറ്റവും മനോഹരമായ വാക്ക് ഏതാണ്? ആൻസർ വല്ലതും മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, നമ്മൾ ഫാത്തിഹയിലെ ആദ്യത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആണ്. രണ്ടാമത്തെ ആയത്തായിട്ട് വരുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലെ. സുബ്ഹാനല്ലാഹ്, എല്ലാറ്റിന്റെയും അല്ലെ, അല്ലെ സ്തുതി മുഴുവനും, എല്ലാ സ്തുതിയും സർവസ്തുതിയും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, നമ്മളിൽ നിന്നുള്ള എല്ലാ ഹംദുകളും ആർക്കാണ്? സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതികളും. സുബ്ഹാനല്ലാഹ്. ഹംദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മൾ എന്താണ് റബ്ബിനോടുള്ള ഒരു ശുക്ർ പറയലാണ്. നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ പറയുന്ന അല്ലെ ഒരു എന്താണ് ഒരു നമ്മുടെ നന്ദി, അല്ലെങ്കിൽ നമ്മുടെ റബ്ബിനോടുള്ള ഒരു ശുക്ർ പറയലാണ് എന്ത്? അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. ആ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വീണ്ടും ചേർത്ത് പറയുന്നു ലോകരുടെ അല്ലെ, ഈ ലോകങ്ങളുടെ എല്ലാം ആലമീൻ, ആലം എന്ന് വെച്ചാൽ ലോകം, ഈ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബിനാകുന്ന സർവ്വസ്തുതിയും. അതാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് ഏറ്റവും നല്ലതായ ഒരു വാക്ക്. ഇപ്പോഴും നമ്മൾ ഓരോരുത്തരും അത് നമ്മുടെ നാവ് കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ പറയുന്ന ഏറ്റവും നല്ല മനോഹരമായ വാക്കെന്ന് പറയുന്നത് നമ്മളെ റബ്ബിനെ നമ്മൾ സ്തുതിക്കുന്നതാണ്. ആ സ്തുതിയാണ് നമ്മൾ ഇങ്ങനെ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിലൊന്ന് തട്ടിയിട്ട് നമ്മളതൊന്ന് പറഞ്ഞു നോക്കൂ. നമ്മൾക്ക് ഈ ദുനിയാവിൽ എന്തെല്ലാം നമ്മുടെ റബ്ബ് തന്നിട്ടുണ്ട് അല്ലെ. നേരത്തെ നമ്മൾക്കിപ്പോ നമ്മുടെ സഹോദരിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, കേൾവിയെ കുറിച്ച്, കേൾവി, കാഴ്ച അല്ലെ, നമുക്ക് സംസാരിക്കാനുള്ള കഴിവുകൾ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ട്, നമുക്കിങ്ങനെ പഠിച്ചാൽ കേൾക്കാൻ മനസ്സിലാക്കാൻ ഒക്കെ പറ്റുന്നുണ്ട്. നമ്മൾ അള്ളാഹു ഈ ഒരു ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നമ്മളെ തിരിച്ചുവിട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുടുംബം എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വീടുണ്ട്, നമുക്ക് സൗകര്യങ്ങളുണ്ട് അല്ലെ, നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്, നമുക്ക് വെള്ളം കുടിക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഇത്രയും കാലം നമ്മളെയൊക്കെ ഇങ്ങനെ ആയുസ് തന്നിട്ടുണ്ട്. വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമുക്ക് വഴി തുറന്നു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എല്ലാം ആലോചിച്ചോളൂ,
എല്ലാം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നമുക്കൊരു പെണ്ണുകൊണ്ട് എഴുതാൻ പറ്റുന്നതും നമ്മൾ ഒരു എന്താ പറയുക കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും മുതൽ നമ്മൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ അൽഹംദുലില്ലാ പറയുന്നുണ്ട് അല്ലേ? നമ്മളൊന്ന് മനസ്സറിഞ്ഞങ്ങനെ പറഞ്ഞു നോക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ, ഏറ്റവും നല്ലൊരു വാക്കെന്ന് പറയുന്നത് ഇതാ. സുബ്ഹാനല്ലാഹ്, ആ മനോഹരമായ വാക്കായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ, അതാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേകത വേറെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഒന്ന് ആ ഒരു ഉള്ളിലേക്ക് നമുക്ക് ആ ഒരു ആസ്വാദനം അല്ലെ, ആ ഖുർആനിന്റെ ഒരു മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. ആ ഒരു ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഓരോ സമയം നമ്മൾ അൽഹംദുലില്ലാ പറയുന്ന സമയത്ത് മനോഹരമായ വാക്കിനെ മനോഹരമായി നമ്മൾ അല്ലെ പറയുക തന്നെ വേണം. സുബ്ഹാനല്ലാഹ്. ഇനി രണ്ടാമത്തെ ചോദ്യം, മറ്റൊരാളോട് നമ്മൾ അല്ലെ ഒരു സംസാരത്തിൽ ഏറ്റവും മനോഹരമായ അല്ല ഇന്നിപ്പോ നമ്മൾ സംസാരിച്ചതിൽ ഏറ്റവും മനോഹരമായ സംസാരം ഏതാണ്? സംസാരിക്കാന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം വരുമല്ലോ. ആ സംസാരമായിട്ട് നമ്മൾ അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഓക്കെ. നമ്മൾ ഒരാളോട് ദുനിയാവിലുള്ള ഒരാളോട് സംസാരിച്ചതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്താ പറയാ ഖുർആന്റെ ടീച്ചറോടോ സംസാരിച്ചതോ ഒന്നും അല്ല. സുബ്ഹാനല്ലാഹ്, റബ്ബിനോടുള്ള സംസാരമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, പറയുന്നുണ്ട്. എന്താണ് നമ്മൾ റബ്ബിന്റെ അടുത്ത് പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബിന്റെ അടുത്ത് നമ്മൾ അല്ലെ സംസാരിക്കുകയാണ്. എന്ത്? ഇയ്യാക നഅ്ബുദു, ഞാൻ നിന്നോട് എന്താണ് നിന്നോട് മാത്രം നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു, അങ്ങനെ പറയുന്നു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അങ്ങനെ പറയുന്ന സമയത്ത് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ തന്നെ റബ്ബിന് അതിന് ഉണ്ടല്ലോ സംസാരിക്കാന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയലാണല്ലേ. അപ്പൊ റബ്ബ് പറയുന്ന കാര്യം ഉണ്ടല്ലോ, എന്താണ്? എന്നോട് നീ ചോദിച്ചല്ലോ, നീ അടിമ ചോദിച്ചു, അതിന് അടിമക്കുള്ളത് എന്താണ്? അവനുണ്ട്, നിനക്കുണ്ട്. ഓക്കെ, നീ എന്താണ് എന്നോട് ചോദിക്കുന്നത്? അത് നിനക്കുണ്ട് എന്നുള്ള രീതിയിൽ പറയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ സഹായം റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. എല്ലാ ഇബാദത്തുകളും റബ്ബിന് ചെയ്തുകൊണ്ടാണ് നമ്മൾ സഹായം തേടുന്നത്. അപ്പൊ നിനക്ക് എന്താണോ സഹായം ആവശ്യമുള്ളത് അത് ഞാൻ നിനക്ക് നൽകാം എന്നുള്ള രീതിയിൽ റബ്ബ് അവിടെ റെഡി ആയിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മൾ റബ്ബിനോട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ആ ഒരു സംസാരമാണ് ഏറ്റവും നല്ല സംസാരമായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ റബ്ബിനോട് നമ്മൾ ചോദിച്ച ഏറ്റവും നല്ല ചോദ്യം ഏതാണ്? അതാണ് മൂന്നാമത്തെ ചോദ്യം. ഏറ്റവും നല്ല ചോദ്യം ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ടാവും. നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ തദബ്ബുർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആയത്ത് നമുക്കറിയാം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ എന്ന് നമ്മൾ ചോദിക്കുന്നില്ലേ റബ്ബിന്റെ അടുത്ത്? ആ ചോദ്യം, അതാണ് നമ്മളെ ഏറ്റവും മനോഹരമായ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള നമ്മുടെ മുന്നോട്ടുള്ള ഓരോ കാര്യത്തിനും തഖ്വയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ഹിദായത്ത് വേണം അല്ലേ. സുബ്ഹാനല്ലാഹ്, തഖ്വയിലൂടെ നമുക്ക് മുഫ്ലിഹൂൻ, നമ്മൾക്ക് വിജയികളാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹിദായത്ത് വേണം. ഈ ഖുർആനിന്റെ കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ ഹിദായത്തിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ അതിനുള്ള ഒരു സഹായം അത് നമ്മൾ റബ്ബിനോട് ചോദിക്കുകയാണ്. ആ ഒരു വഴിയിലേക്ക്, ആ നേർമാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. അതാണ് നമ്മുടെ ഏറ്റവും നല്ല, ഏറ്റവും മുന്നിൽ വെക്കുന്ന നമ്മുടെ ആവശ്യമായിട്ട് വരുന്നത്. സുബ്ഹാനല്ലാഹ്, അത് എത്ര പ്രാവശ്യം നമ്മൾ ദിവസം പറയുന്നുണ്ട് അല്ലെ. ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല മനോഹരമായ സംസാരം, അതുപോലെ തന്നെ ഏറ്റവും നല്ല ചോദ്യം, ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഫാത്തിഹയിലാണ്. നമ്മൾ എത്രമാത്രം അത് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അത് പറയുമ്പോൾ നമ്മൾക്ക് അതൊരു ഫീലിംഗ് വരുന്നുണ്ടോ? ഇല്ല. ഇനി നമുക്ക് അങ്ങനെ ഉണ്ടാവണം. അതിനാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ശരിക്കും റബ്ബിനോടുള്ള ഈ ഒരു മുനാജാത്ത്, ശരിക്കും റബ്ബിനോട് സംസാരിക്കുകയാണെന്ന തോന്നൽ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന ആ ഒരു ചിന്ത നമ്മളിലേക്ക് നമ്മൾ കൊണ്ടുവരിക. എന്നിട്ട് ഓരോ വാക്കിനും, സംസാരത്തിനും, ചോദ്യത്തിനും റബ്ബിന്റെ മറുപടി നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുക. ഞാൻ ഈ ചോദിച്ചു പറഞ്ഞ ഓരോന്നിന്റെയും മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. കാരണം ഈ ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടു. അള്ളാഹു പറഞ്ഞു, നമസ്കാരത്തെ എനിക്കും എന്റെ അടിമക്കുമിടയിൽ രണ്ടായി പകുത്തിരിക്കുന്നു. കാരണം അള്ളാഹു നമ്മളും അടിമ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ ചിന്തിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു അടിമയോ ഓർക്ക് അത്ര ഖുശൂഇല്ല, അല്ലെ അവർ നിസ്കരിക്കുന്നത് ശരി എന്തൊന്നല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഞാനും എന്റെ റബ്ബും നമ്മൾക്കിടയിലുള്ള ഒരു പകുതിയാണ്. റബ്ബുമായിട്ടുള്ള ആ ഒരു കണക്ഷനിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ റബ്ബ് പറയുന്നത് എന്താണ്? എന്റെ അടിമ എന്താണോ എന്നോട് ചോദിക്കുന്നത് അത് അവന് ലഭിക്കുന്നതാണ്.
നമസ്കാരത്തിൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിലെ ഏറ്റവും വലിയ ഈ സൂറത്തുൽ മുനാജാത്ത് ആ ഒരു നമസ്കാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നു, റബ്ബ് അതിന് ആൻസർ പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും അല്ലെ, എന്റെ ഇന്ന അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അള്ളാഹു സന്തോഷത്തോടു കൂടിയാണ് അല്ലെ ആ ഒരു സ്തുതിയെ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓരോരുത്തരെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. പിന്നീട് റഹ്മാനി റഹീം എന്ന് പറയുന്ന സമയത്ത് അല്ലെ കാരുണ്യവാനായ കരുണാനിധിയായ റബ്ബിന്റെ പേര് നമ്മൾ അല്ലെ ഏറ്റവും അള്ളാഹുവിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ രണ്ട് നാമങ്ങൾ എടുത്ത് പറയുമ്പോൾ റബ്ബിന് സന്തോഷം കൊണ്ട് റബ്ബ് പറയും, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു, എന്നെ വാഴ്ത്തിയിരിക്കുന്നു. റബ്ബ് അതിനെ ഓരോന്നിനെയും നമ്മൾ പറയുന്ന ഓരോ ആയത്തിനെയും ഇങ്ങനെ എടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ദെൻ പറയുന്നു മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ പ്രതിഫല ദിവസത്തിന്റെ ഉടമയാണ്. ആ ഒരു ഒറ്റ ആയത്തെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് റബ്ബിന്റെ എല്ലാ പവറും അതിനകത്ത് ഉൾക്കൊള്ളിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അന്നേ ദിവസമാണ് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു എന്താ പറയുക തീരുമാനമാകുന്ന ഒരു ദിവസം അല്ലെ. അന്ന് വേറെ ഒരു ദുനിയാവിലുള്ള ഒരു മനുഷ്യനും അല്ലെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ദിവസം എന്നല്ലേ പറയുന്നത്. ആർക്കും ഒന്നും ഇനി ഒരാൾക്ക് അല്ലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവിടെ റബ്ബിന്റെ അടുത്ത് അല്ലെ എന്തെങ്കിലും ശുപാർശ അത് അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം മാത്രം അല്ലെ. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ഈ ദുനിയാവിൽ ഒരു സൃഷ്ടിപ്പിനും തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ദിവസം. സുബ്ഹാനല്ലാഹ്. ഇന്ന് ലോകത്ത് എല്ലാവരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ആ ഒരു പ്രതിഫല ദിവസത്തിന്റെ ഉടമ സുബ്ഹാനല്ലാഹ് എടുത്തു പറയുമ്പോൾ റബ്ബ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കാരണം അത്രയും മഹത്വപ്പെടുത്തലാണ് അവിടെ വരുന്നത്. റബ്ബിനെ മനസ്സിലാക്കിയിട്ട് പറയലാണ്. ആ മനസ്സിലാക്കി പറയുന്നവൻ തീർച്ചയായിട്ടും പ്രതിഫല ദിവസത്തിനെ ഓർത്തുകൊണ്ട് ആഖിറത്തിനെ ഓർത്തുകൊണ്ടായിരിക്കും അവന്റെ ജീവിതം എന്ന് പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നീട് നമ്മൾ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അല്ലെ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ അല്ലെ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്തിനെയാണ് പല ആൾക്കാരും എന്താണ് തെറ്റായിട്ട് അല്ലെ പറയാൻ ഇത് പറയുന്നുണ്ടെങ്കിലും ജീവിതം വേറൊരു തരത്തിലേക്ക് ആൾക്കാരായി പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തീർച്ചയായിട്ടും നമ്മൾ ഇബാദത്തുകൾ മുഴുവൻ റബ്ബിന് വേണ്ടി മാത്രമാണ്. ആരെയും കാണിക്കാനോ ഒരു തരത്തിലുള്ള നമ്മൾ ആർക്കും വേണ്ടിയിട്ടല്ല, നമ്മൾ ശിർക്കൊന്നും ചെയ്യുന്നില്ല, നമ്മൾ അള്ളാഹിനെ. പക്ഷേ നമ്മൾക്ക് പലപ്പോഴും ഇരിയ എന്ന് പറയുന്ന സംഭവത്തിലൂടെ അല്ലെ ആരും ഒന്ന് കണ്ടാലൊന്നു കൂടി നന്നാക്കുക എന്നുള്ള അതുപോലും നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ റബ്ബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് റബ്ബിന് വേണ്ടിയിട്ട് എല്ലാ റബ്ബിന് വേണ്ടി ഇതിങ്ങനെ തിരിച്ചും മറിച്ചും നമ്മളെ ജീവിതത്തിലെ നമ്മുടെ ഓരോ സെക്കൻഡുകളും നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് ആ തരത്തിൽ തന്നെ നമ്മൾ ആക്കിക്കൊണ്ടുവരാണ്. നമ്മൾ എന്താ പറയാ രാവിലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയുടെ ഉറക്കം വരെ നമ്മൾ റബ്ബിന് അല്ലെ അതൊക്കെ ഇബാദത്തുകളാക്കി മാറ്റാനുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ ആ തരത്തിൽ ദിക്ർ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് നമ്മളെല്ലാം നമ്മൾ റബ്ബിന് വേണ്ടി മാത്രമാക്കി മാറ്റിയിട്ട് നമ്മൾ റബ്ബിനോട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. നസ്തഈൻ, സഹായം ചോദിക്കുക റബ്ബിന്റെ അടുത്ത്. നമ്മളോട് ഇതേപോലെ ഈ നസ്തഈൻ നമ്മൾക്ക് പറയും ഐൻ വാവ് നൂൻ അതിന്റെ റൂട്ട് ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. എന്താണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാ. ഇതിപ്പോ നമ്മുടെ മനസ്സിൽ നമ്മൾ അങ്ങോട്ട് പതിച്ചു വെച്ച ഒരു ആയത്താണ് അല്ലെ. നമ്മള് ക്ഷമ കൊണ്ടും നമസ്കാരവും മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ റബ്ബിനോട് സഹായം ചോദിക്കേണ്ടതെന്ന് പറയുന്നത്. ക്ഷമ ആദ്യം വേണം. പക്ഷെ അത് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ നല്ല ക്ഷമയുള്ളവർക്ക് മര്യാദയ്ക്ക് നിസ്കരിക്കാൻ കഴിയുള്ളൂ. ഈ ആൻസൈറ്റിയും ടെൻഷനും പ്രശ്നങ്ങളും ഞാൻ പറയുന്നത് ദേഷ്യത്തിന്റെ അവിടെ ഒരു ദേഷ്യമല്ല ക്ഷമ. ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുന്നതല്ലല്ലോ ക്ഷമ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ നിന്നോട്ടെ. നമ്മൾ റബ്ബുമായിട്ടുള്ള നമസ്കാരം നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ കൊടുത്ത് നമ്മൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. അവിടെ അങ്ങനെ രീതിയിൽ ചോദിച്ചാലേ നമുക്ക് ഇപ്പുറത്തുള്ള പ്രശ്നങ്ങളെ അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ റബ്ബിന്റെ അടുത്ത് മാത്രമായിക്കൊണ്ട് എന്തൊക്കെ ദുനിയാവിലെ കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോയാലും നമ്മൾ റബ്ബിന് ഈ ഭാഗത്ത് കറക്റ്റായിട്ട് ചെയ്യുക, റബ്ബിന്റെ അടുത്ത് സഹായം ചോദിക്കുക. അപ്പൊ റബ്ബ് പറയുന്നത് എന്താണ്? ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള ഇതാണ്. അത് പറയുമ്പോൾ എന്താണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കരാറ് പോലെയാണ് അല്ലെ. എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള സംഗതിയാണ്. ഇപ്പൊ ഞാനാണ് പറയുന്നത് എന്റെയും റബ്ബിന്റെയും ഇടയിലുള്ള കാര്യമാണ് ഞാൻ റബ്ബിനോട് ഈ കാര്യത്തിനെ അതായത് ഒരു പ്രതിജ്ഞ പോലെ റബ്ബിന്റെ അടുത്ത് പറയുന്നു. വേറെ ഒരു പരിപാടിക്ക് ഞാൻ പോലെ റബ്ബെ സുബ്ഹാനല്ലാഹ് എന്റെ ചിന്തയിലേക്ക് പക്ഷെ അങ്ങനെ തന്നെ ആക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് എന്താണ് എന്റെ അല്ലെ അങ്ങനെ പറഞ്ഞ് ഇത് എന്റെ അടിമക്കും എനിക്കും ഇടയിലുള്ള കാര്യമാണ്
അവൻ എന്താണോ ചോദിക്കുന്നത് അത് അവനുണ്ട്. ദെൻ നമ്മൾ ആവശ്യം നമ്മൾ അവിടെ ചോദിച്ചു അല്ലെ, എന്താണ് ചോദിക്കുന്നത്? ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ. ദിന സിറാത്തൽ മുസ്തഖീം, ഇതറിയാത്ത ഒരു പാരിലെ ദിന അല്ലെ, ഞങ്ങളെ നീ നയിക്കണമേ എങ്ങോട്ട്? സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ. ആരുടെ മാർഗമാണ് നേരായ മാർഗം എന്ന് പറയുന്നത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിച്ച സമയത്ത്, അതായത് വേറെ ഒന്നും കൂടി നമ്മൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അള്ളാഹുവെ നീ ദേഷ്യപ്പെട്ടവരുടെ മാർഗത്തിലേക്കോ അല്ലെങ്കിൽ നീ ശപിച്ച് നീ ഒഴിവാക്കിയവരുടെ വഴിപിഴച്ച പോയവരുടെ മാർഗത്തിൽ അല്ല, അവരുടെ മാർഗത്തിലല്ല കേട്ടോ ഞങ്ങളെ ചേർക്കേണ്ടത്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ് നീ ഞങ്ങളെ ചേർക്കേണ്ടത്. അപ്പൊ റബ്ബ് പറയും, ഇത് എന്റെ അടിമക്കുള്ളതാണ്. കാരണം നീ ചോദിച്ചല്ലോ, നേരത്തെ പറഞ്ഞു നീ ചോദിച്ചത് അവനുണ്ട്, നീ എന്നോട് ചോദിച്ചു, ദാ ഇത് നിനക്കുള്ളതാണ്, അത് നിനക്കുണ്ട്. അതായത് എന്റെ അടിമക്കുള്ളതാണ്, അവൻ ചോദിച്ചത് അവനുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിനെടുക്കുമ്പോൾ ഞാൻ റബ്ബിനോട് ചോദിച്ചു, എനിക്കത് റബ്ബ് നൽകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഓരോന്നും നമ്മൾ റബ്ബിനോട് നല്ല വാക്ക് പറഞ്ഞു, നല്ല രീതിയിൽ റബ്ബിന്റെ അടുത്ത് സംസാരിച്ചു, എന്നിട്ട് നമ്മൾ എന്താണ് റബ്ബിന്റെ അടുത്ത് നമുക്ക് വേണ്ട ഒരു കാര്യം ചോദിച്ചപ്പോൾ അത് തരാമെന്ന് റബ്ബ് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ആ ഉറപ്പ് നേടിയെടുക്കുന്ന തരത്തിലുള്ള സംസാരമാണോ അല്ലെങ്കിൽ ആ ഒരു മുനാജാത്താണോ നമ്മളും റബ്ബും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാനും നിങ്ങളും എല്ലാം വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അതിന് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഫാത്തിഹ സൂറ എന്ന് പറയുന്നത് ഖുർആനിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഫാത്തിഹ എന്ന് പറയുന്നത് ഖുർആനിലെ ഏറ്റവും സുപ്രധാനമായ സൂറത്താണെങ്കിൽ അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആയത്താണിത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു ആവശ്യം തന്നെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തായാലും തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയും, അതായത് അടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണമായിട്ടുള്ള ഈ ഒരു പിന്നെ സൂറത്തുൽ മുനാജാത്ത്, റബ്ബുമായി സംസാരിക്കാൻ റബ്ബ് തന്നെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒരു സൂറത്താണ് ഈ ഒരു സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സൂറത്തായത് തന്നെ. സുബ്ഹാനല്ലാഹ്. ആകാശലോകങ്ങളിൽ നിറങ്ങിയ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും രത്നചുരുക്കമാണ് ഖുർആൻ എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാറ്റിന്റെയും ഇപ്പൊ മുമ്പ് പല വേദഗ്രന്ഥങ്ങളും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും ലാസ്റ്റ് അവസാനമായിട്ട് അവസാനത്തെ പ്രവാചകന് അവസാനത്തെ വേദഗ്രന്ഥമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഖുർആൻ, അതിലെ ഏറ്റവും കുറച്ചായിട്ട് അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന അതിന്റെ ആ ഒരു രത്ന ചുരുക്കമാണ് ഫാത്തിഹ സൂറയും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സൂറത്തിനെ കുറിച്ച് നമുക്ക് അറിയാം, ഇതിന് 7 ആയത്തുകളാണ്. അതേപോലെ ബിസ്മില്ല അടക്കമാണ് ഈ സൂറത്ത് 7 ആയത്തുകൾ വരുന്നതെന്നുള്ള അറിയാം. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്താണ് ഈ ഒരു സൂറത്തിൽ ഇസ്ലാം ദീനിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അതായത് ഖുർആനിന്റെ സമ്മറിയാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദീനിനെയും ദുനിയാവിനെയും കുറിച്ച് മുഴുവനായിട്ടും ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. കാരണം എന്താണ്, നമ്മൾ ആദ്യം തന്നെ സൂറത്തിൽ ഫാത്തിഹ എടുക്കുന്ന സമയത്ത് അതിൽ ആദ്യം തന്നെ തൗഹീദാണ്. ആരാണ് റബ്ബ് ആരാണ് റബ്ബ്? ഇപ്പൊ പറഞ്ഞു, റഹ്മാനാണ്, റഹീമാണ്, മാലിക് യൗമിദ്ദീനാണ് ഇബാദത്തുകൾക്കും സഹായം ചോദിക്കാനും ഒക്കെ റബ്ബ് തന്നെയാണ് അതൊക്കെ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾക്ക് വേണ്ടുന്ന കാര്യത്തിനെ കുറിച്ച്, അതായത് യൗമുൽ ആഖിറയെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ വന്നു ഈ മാലിക് യൗമുദ്ദീന്റെ അവിടെ. അപ്പൊ എന്തൊക്കെ വരുന്നുണ്ട്? നമ്മൾ തൗഹീദ് ഉറപ്പിക്കൽ ആ സൂറത്തിൽ വരുന്നുണ്ട്, യൗമുൽ ആഖിറയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹംദ്, ഇത്രമാത്രം റബ്ബിനെ നമ്മൾ ഹംദ ശുക്ർ നമ്മൾ കാണിക്കുന്നുണ്ട് അവിടെ വാഴ്ത്തൽ എല്ലാം ഈ ഒരു സൂറത്തിൽ മാത്രം തന്നെ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഹംദ് അല്ലെങ്കിൽ ശുക്ർ, ഈ വാഴ്ത്തലൊക്കെ തന്നെ സന എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ദിക്റാണ്, റബ്ബിനെ ഓർക്കലാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ദിക്റുകളിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് നമസ്കാരമാണ്. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമ്മൾ ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് ഈ എണ്ണി ചൊല്ലുന്നതായിട്ട് തന്നെ മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. പക്ഷെ നമ്മള് നമസ്കാരമാണ് ഏറ്റവും വലിയ ദിക്ർ. കാരണം നമസ്കാരത്തിൽ നമ്മൾ എത്രമാത്രം നമ്മൾ അള്ളാഹുവിനെ ഓർക്കൽ വരുന്നുണ്ട്. കാരണം ഖുർആൻ ആയത്തുകൾ ഓതുന്നതായിക്കോട്ടെ, ഓരോ അതിലുള്ള ദുആകളും ദിക്റുകളും എല്ലാം തന്നെ എന്താണ്, അള്ളാഹുവിനെ കുറിച്ച് തന്നെയാണ്. അവിടുന്ന് ആ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാത്ത വിധം നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏറ്റവും വലിയ ദിക്ർ എന്ന് പറയുന്നത് നമസ്കാരം തന്നെയാണ്. ഓക്കെ, അതിൽ നമ്മൾ കൂടുതലും വർദ്ധിപ്പിക്കുന്നത് ഫാത്തിഹ സൂറയാണ്. നമുക്കറിയാം, ഫർള് നമസ്കാരം മാത്രം നമസ്കരിക്കുന്ന ഒരാൾ അറിയാതെ തന്നെ
ടോട്ടൽ 17 പ്രാവശ്യം ഫാത്തിഹ ഓതുന്നുണ്ട് സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ 17 പ്രാവശ്യം ഓതിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹയുടെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥമോ അല്ലെങ്കിൽ അതിന്റെ വിശദീകരണമോ ചോദിച്ചാൽ അതിൽ എന്താണ് പറയുന്നതോ എന്ന് ചോദിച്ചാൽ അറിയാതെ ഇതൊക്കെ ഓതുന്ന ആൾക്കാരും പലതരത്തിൽ നല്ല അസലായിട്ട് അല്ലെ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അല്ലെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരിക്കലും എന്താണ് ഹിദിന എന്ന് ചോദിക്കുന്ന എന്നല്ലാതെ ഹിദിനക്ക് വേണ്ടിയിട്ട് അവർ ആ ഒരു മാർഗത്തിലേക്ക് അവർ നടക്കുന്നു പോലുമില്ല. അതൊരു എന്തൊക്കെയോ വെറും പറച്ചിലുകൾ മാത്രമായിട്ട് മാറുകയാണ് സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ അങ്ങനെ ആയിക്കൂടാ. നമ്മൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. ഹംദിലൂടെ, ശുക്രിലൂടെ, വാഴ്ത്തലിലൂടെ നമ്മൾ ഓരോരുത്തരും തന്നെ എങ്ങനെ റബ്ബിനോട് കൂടുതൽ അടുപ്പമുള്ളവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുമ്പോൾ വരുന്ന ഒരു വ്യത്യാസമുണ്ടല്ലോ, അങ്ങനെ നമ്മൾ എന്താക്കാണ്, നമ്മൾ റബ്ബിനോട് കൂടുതൽ അടുത്ത് അല്ലെ ആ അടുപ്പം നമുക്ക് നിലനിർത്താനും സാധിക്കണം, അത് സ്പ്രെഡ് ചെയ്യാനും സാധിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നീട് ഇവിടെ ഇബാദത്തുകളെ കുറിച്ച് ഫാത്തിഹയിൽ പറയുന്ന സമയത്ത് നമ്മൾ അല്ലെ റബ്ബിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, അതിനെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന സമയത്ത് ഓക്കെ, അതിൽ ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ ഇബാദത്തുകൾ എന്തൊക്കെയാണ്, എല്ലാം നമ്മുടെ അള്ളാഹുവിനാണെന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമസ്കാരം ആയിക്കോട്ടെ, നോമ്പായിക്കോട്ടെ, സക്കാത്ത് ആയിക്കോട്ടെ, ദിക്റുകളായിക്കോട്ടെ, ഹജ്ജ് ആയിക്കോട്ടെ, അതായത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു ബിസ്മില്ലാ പറഞ്ഞിട്ടും അൽഹംദുലില്ലാ പറഞ്ഞിട്ടും ദുആകളും ദിക്റുകളും ബാത്റൂം പോകുമ്പോൾ, ഇറങ്ങുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, പോകുമ്പോൾ, വരുമ്പോൾ, ഇതെല്ലാം നമ്മൾ റബ്ബിനെ ഓർത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ റബ്ബിന് വേണ്ടി അല്ലെ, അതാണ് ഇവിടെ പറയുക ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം. കാരണം എല്ലാ ഇബാദത്തുകളും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് റബ്ബിന് വേണ്ടി മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അത് പിന്നെ ആ ഇബാദത്തുകൾ റബ്ബിനെ ആക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ റബ്ബിനോട് സഹായം ചോദിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെ. അങ്ങനെ റബ്ബുമായിട്ടുള്ള ഒരു കണക്ഷൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ റബ്ബിനോട് ഈ സഹായം ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ സഹായം ലഭിക്കുള്ളൂ. ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ സഹായങ്ങളാണ് നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. നമുക്ക് ദുനിയാവിലെ സഹായങ്ങൾ മാത്രമാണോ വേണ്ടത്? അല്ല, നമുക്ക് ഇബാദത്തുകൾ ചെയ്യാനുള്ള ഓരോ സഹായം വേണം അല്ലെ. ഇബാദത്തുകൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാഴ്ചയും കേൾവിയും നമ്മുടെ സംസാരവും എല്ലാം ഏറ്റവും പെർഫെക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ, നമ്മുടെ ആരോഗ്യവും ഏറ്റവും നല്ലതാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമുക്ക് നമസ്കരിക്കാൻ പറ്റുള്ളൂ, നമുക്ക് നോമ്പെടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഹജ്ജിന് പോകാം. എല്ലാറ്റിനും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കാര്യങ്ങളും എല്ലാം അതിലൊക്കെ റബ്ബിന്റെ സഹായമാണ്. ഒരു നമസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ പോലും ഹയ്യാല സുലാ ഹയ്യാല ഫലാ കം ടു അല്ലെ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹുവിനല്ലാതെ ഒരു കഴിവോ ശക്തിയോ ഇല്ല എന്ന് നമ്മളവിടെ പറയാൻ നമ്മുടെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും എന്താണ്, റബ്ബ് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്താലേ നമ്മൾ ആ ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് നമുക്ക് വുദൂ എടുത്ത് നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരനങ്ങാതെ പറ്റിപ്പോയാൽ, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നമ്മളൊന്ന് കാലം തെന്നിപ്പോയാൽ പിന്നെ നമുക്ക് എണീക്കാൻ പറ്റാതായി പോയാലൊന്ന് ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എവിടെയും എന്തിനും എപ്പോഴും റബ്ബിന്റെ സഹായം നമുക്ക് ആവശ്യമാണെന്ന്. ഒരു അഹങ്കാരിയായിട്ടൊരു ഭൂമിയിൽ എനിക്കെല്ലാം സാധിക്കും, ഞാനൊരു ആരോഗ്യവാന, എനിക്കെല്ലാം പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് പോകുന്നു, എന്താണ് നമുക്ക് ഇന്ന് സംഭവിക്കാൻ നമുക്ക് അറിയില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മുടെ അല്ലെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ഓരോ കാര്യങ്ങളായിക്കോട്ടെ അല്ലെ, നമ്മൾ റബ്ബിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം പെർഫെക്റ്റ് ആയ രീതിയിൽ അത് നമ്മൾക്ക് ചെയ്യുവാനും അത് നമ്മളിൽ നിന്ന് അല്ലെ റബ്ബ് അത് സ്വീകരിക്കാനും ഒക്കെ തന്നെ എന്താണ്, റബ്ബിന്റെ സഹായം ആവശ്യമാണ്. അത് സ്വീകരിക്കപ്പെടുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളോട് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, അവിടെ നമ്മൾ റബ്ബേ ഞാൻ നിന്നോട് അല്ലെ ചോദിക്കുകയാണ്, സഹായം ചോദിക്കാൻ, എന്തിനൊക്കെ എപ്പോഴും നിന്നെ ഓർക്കാൻ, നിന്നോട് നന്ദി കാണിക്കാൻ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. ഒരു ദുആയുടെ ഒരു പ്രത്യേകത എത്രമാത്രമാണ് അല്ലെ. ഓരോ നമസ്കാര ശേഷവും അല്ലെ, നമസ്കാരത്തിന്റെ അവസാനത്തിലായിക്കൊണ്ടും നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവോട് സ്നേഹത്തോട് പറഞ്ഞു കൊടുത്തൊരു ദുആ ആണിത്. എല്ലാവർക്കും അറിയായിരിക്കും. സുബ്ഹാനല്ലാഹ്. മുആദ് റളിയല്ലാഹു അൻഹു അല്ലേ ഇങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്, നിന്നെ എനിക്ക് ഇഷ്ടമാണ് മുആദേ എന്ന് പറയുന്നതിനോട് ചേർത്ത് കൊണ്ട് പറയാണ്. കാരണം നമുക്ക് അള്ളാഹുവിന്റെ സഹായം ആവശ്യമാണ്. റബ്ബിനെ ഓർക്കണമെങ്കിൽ പോലും റബ്ബിന്റെ സഹായം ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകൾ പല വഴിക്ക് പോയി പോകൂലെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നമുക്ക് വേണമെങ്കിൽ പറയാം റബ്ബിന്റെ അടുത്ത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, കാരണം ഈ വേറെ ചിന്തകളൊന്നും വേണ്ട, എല്ലാം ഞാൻ നിന്നോട് മാത്രം, നിനക്ക് വേണ്ടി മാത്രം. പക്ഷേ അങ്ങനെ മാറ്റി തിരുത്താൻ നമുക്ക് സാധിക്കണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എപ്പോഴും റബ്ബിനോട് നന്ദി കാണുന്നത്. അള്ളാഹുവിനെ ഓർക്കുന്നവരല്ലേ അള്ളാഹു ഓർക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ ഓർക്കും, ചിലപ്പോൾ ഓർക്കില്ല എന്നുണ്ടെങ്കിൽ റബ്ബും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾക്ക് എപ്പോഴും റബ്ബിന്റെ അല്ലെ ഓർമ്മയിലായിരിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴും റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ്.
നമ്മൾ ആ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് വേണ്ട ആൻസർ കിട്ടണം എന്നാണ്. ആ ആൻസർ നമുക്ക് ചോദിക്കുമ്പോൾ കിട്ടണമെങ്കിൽ റബ്ബുമായിട്ടുള്ള ആ തലത്തിലുള്ള ഒരു കണക്ഷൻ നമ്മൾ റബ്ബുമായിട്ട് സെറ്റാക്കി വെക്കണ്ടേ? അല്ലേ? എപ്പോഴും ദിക്റുണ്ടെങ്കിലല്ലേ അത് നടക്കുകയുള്ളൂ. നമ്മൾ അങ്ങനെയല്ലേ, എപ്പോഴും നമ്മൾ ഓർക്കുന്ന ആളോട് പോയിട്ട് പെട്ടെന്ന് ഒരു സഹായം ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ദുനിയാവിൽ തന്നെ സഹായം കിട്ടും അല്ലേ? എപ്പോഴും ഒരു കണക്ഷൻ വെക്കുന്നത് അതുപോലെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതേപോലെ തന്നെയാണ് ശുക്ർ. റബ്ബ് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ശുക്ർ അല്ലെ, ഹംദ് എത്രമാത്രം അല്ലെ, അതിനനുസരിച്ചാണ് നമ്മളിതൊക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരിക. ശകാർത്തും ലസീദന്നക്കും, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. നമുക്ക് എല്ലാത്തിലും വർധന ആഗ്രഹമാണ്, സ്നേഹത്തിന് അല്ലെ, സന്തോഷത്തിന്, സമാധാനം എല്ലാം നമുക്ക് വേണം. മോർ മോർ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ ബർക്കത്തിന് വേണ്ടിയിട്ട്. ബർക്കത്ത് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത്, ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ റബ്ബിനോട് ചോദിക്കുക തന്നെ വേണം. അപ്പൊ അവിടെയും നമ്മൾ ശുക്രുള്ളവരാകണം. കിട്ടിയതിൽ ശുക്രുള്ളണം. ഇല്ല അത് അത് ഇത് അങ്ങനെയൊന്നും അല്ല. അൽഹംദുലില്ലാ 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 മനസ്സറിഞ്ഞുകൊണ്ട് ഇതുവരെ നമ്മൾ ഇവിടെ വരെ റബ്ബ് എത്തിച്ചതിന്, ഇനി മുന്നോട്ടും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റണമെങ്കിൽ ഇതുവരെ കിട്ടിയതിനും ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനൊക്കെ ഓർത്ത് റബ്ബിനോട് അൽഹംദുലില്ലാ പറയാ. ഈ ഒരു ആയത്ത് പറയുന്ന സമയത്തിലെ ആ ഒരു മനോഹരമായ വാക്ക് പറയുമ്പോൾ ഓർത്ത് തന്നെ പറയാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ അതിലൂടെ നമ്മൾക്ക് ഇബാദത്തുകൾ, മോർ അനുഗ്രഹങ്ങൾ, ഇബാദത്തുകൾ ചെയ്യാനും അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയിട്ട് റബ്ബിന്റെ സഹായം നമ്മളിവിടെ ചോദിക്കാണ്. സുബ്ഹാന. അതേപോലെ തന്നെ ദുനിയാവിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റബ്ബിന്റെ സഹായം വേണ്ടേ? അല്ലെ? റബ്ബിന്റെ സഹായം കിട്ടാണ്ട് ഇല്ലേ ഈ പറയുന്ന സമയം നമ്മൾ മനസ്സിലേക്ക് അതൊക്കെ വരും. എല്ലാറ്റിനും റബ്ബിന്റെ സഹായം വേണം. ഇയ്യാക നസ്തഈൻ, സഹായം റബ്ബിനോട് മാത്രമാണ് ചോദിക്കുന്നത്. റബ്ബിന്റെ അടുത്ത് നിന്ന് സഹായം കിട്ടാനുള്ളൂ. ദുനിയാവിൽ നമ്മുടെ ജീവിതമായിക്കോട്ടെ അല്ലെ, നമ്മുടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, അത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ, വീട്ടിലെ പണികൾ നമുക്ക് ചെയ്യണമെങ്കിൽ, നമ്മൾ സ്ത്രീകളാകുമ്പോൾ അതൊക്കെയാണ് അല്ലെ. പിന്നെ കുടുംബത്തിൽ നമ്മുടെ ജോലിക്ക് പോകുന്ന മക്കളായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, അവരുടെ കാര്യങ്ങളിൽ, അവരുടെ ബിസിനസ് ആയിക്കോട്ടെ, അതേപോലെ മക്കളുടെ വിവാഹമായിക്കോട്ടെ, ഏറ്റവും മക്കൾ ഉണ്ടാവാനോ അവരെ വളർത്താനോ അല്ലെ, എന്തെങ്കിലും സംഗതികൾ ഒരു വാങ്ങാനും അത് ഉപയോഗിക്കാനും അല്ലെ, അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാനും അതൊക്കെ റബ്ബിൽ സ്വീകരിക്കപ്പെടാനും എല്ലാറ്റിനും നമുക്ക് റബ്ബിന്റെ സഹായം ആവശ്യമാണ്. ആ സഹായം എന്നുള്ള ഒരു കാര്യത്തിന് നമ്മൾ മനസ്സിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോലെ അല്ല, ഈ കാര്യങ്ങൾക്കൊക്കെ ഇബാദത്തുകൾ ചെയ്യാനായിക്കോട്ടെ, ദുനിയാവിലെ നമ്മുടെ കാര്യങ്ങൾ നടക്കാനായിക്കോട്ടെ, എല്ലാറ്റിനും റബ്ബിന്റെ സഹായം വേണം അല്ലെ. ആ തരത്തിലാണ് റബ്ബെ ഞാൻ നിന്റെ അടുത്ത് സഹായം ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതിലേക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ എത്തണമെങ്കിൽ അല്ലെ, ഈ നമ്മളിപ്പോ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടതും ഇബാദത്തുകളായിക്കോട്ടെ, അതെല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ഹിദായത്ത് തന്നെ വേണം. ആ ഹിദായത്തിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ. ഈ ഹിദായത്തിലേക്ക് പോകുമ്പോൾ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ ആ ഈമാനാകുന്ന അല്ലെ ആ ഒരു വിത്തിനെ നമ്മൾ ഉറപ്പിച്ചു വീണ്ടും വീണ്ടും നമ്മൾക്ക് ഹിദായത്ത് റബ്ബിലെ നമുക്ക് ഒരുപാട് അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ ഈമാനാകുന്ന വിത്തിനെ ഇങ്ങനെ വളർത്തി 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 ഒരു കർഷകൻ എന്ന പോലെ, ഫല്ലാഹിലെ കർഷകൻ എന്ന പോലെ വളർത്തി, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെയാണ് വിജയികളായിട്ട് ഓരോരുത്തരും മാറുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അത് തന്നെയാണ് ആഗ്രഹം. അപ്പൊ നമ്മൾ ഈ ചോദ്യങ്ങളിൽ മാത്രം നമ്മൾ ഒതുങ്ങിയാൽ പോരാ. ഒരു 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 ഈ മുനാജാത്ത് എന്ന ആ ഒരു സമയത്ത്, മുലാഖാത്താണ് നമസ്കാരമെങ്കിൽ മുനാജാത്ത് എന്ന ഈ ഒരു സൂറത്ത് നമ്മൾ ഓതുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ചോദിച്ച് വാങ്ങിയെടുക്കണം. ഹിദായത്തിനെ വാങ്ങിയെടുക്കണം. ഖുർആൻ പഠിക്കുന്ന മനസ്സിലാകുന്നില്ല എന്ന് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൂടാ. സുബ്ഹാനല്ലാഹ്. അത് ഖുർആൻ മനസ്സിലാക്കാൻ പറ്റാത്തവരായിട്ട് ദുനിയാവിൽ ആരും. കാരണം അള്ളാഹ് തന്നെ പറയുന്നത് ഖുർആൻ എളുപ്പമാക്കിയിരിക്കുന്നു. നിങ്ങൾ എന്താ ചിന്തിച്ച് മനസ്സിലാക്കാത്തത്? ചിന്തിക്കാനായിട്ടാണ്. ചിന്തിക്കാനുള്ളൊരിത് എന്താ നമുക്ക് കിട്ടാത്തത്? അപ്പോൾ റബ്ബിനെ കുറിച്ച് കൂടുതൽ ഓർത്ത്, കൂടുതൽ നന്ദി കാണിച്ച് അല്ലെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നമ്മൾ തഖ്വയുള്ളവരായിട്ട് മാറും. തഖ്വയുള്ളവർക്കേ ഹിദായത്ത് ലഭിക്കൂ എന്ന് പറയുന്നുണ്ട്. എല്ലാം നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നോക്കൂ. നമ്മളിങ്ങനെ പഠിക്കുന്നതെല്ലാം തന്നെ നമുക്കിങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു എന്തൊക്കെയോ ആയി പോവല്ല. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ്. നമുക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുമായിരിക്കും. ചിലപ്പം ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ മാറി എഴുതുമായിരിക്കും അല്ലെ. ഇപ്പം സാധാരണ കാര്യങ്ങളാണ് ഇപ്പൊ ഹിഫ്ള് പഠിച്ചത് തന്നെ ചിലപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഞാൻ വിചാരിക്കും ഖുർആന്റെ അർത്ഥവും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഒരായത്തിനോട് മറ്റേ ആയത്ത് കണക്ട് ചെയ്താൽ അത് കണക്ട് ആവും. വേറൊരു സൂറത്തിൽ വേറെ ഏതോ ഒരു ആയത്ത് പഠിച്ചു, അപ്പോഴും നമുക്ക് ഇതുമായിട്ട് കണക്ട്. ഇനിയിപ്പോ ഫാത്തിഹ ആയിക്കോട്ടെ, വേറൊരു സൂറത്ത് ആയിക്കോട്ടെ, ഒക്കെ തന്നെ നമുക്ക് ഫാത്തിഹയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് എവിടെയാ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. ഓ സുബ്ഹാനല്ലാഹ്, ഇതാണല്ലേ അത് തന്നെയായിരുന്നല്ലേ ഇത്, ഓ ഇതും അതും തമ്മിൽ എത്ര സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അങ്ങനെയാണ്
ഓക്കെ, ഖുർആൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്താ പറയാ, അറിയും തോറും എന്താ പറയാ, ഒരു സന്തോഷവും ആ ഒരു മാധുര്യവും അല്ലേ. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആസ്വദിക്കാനുള്ള ആ ഒരു അനുഗ്രഹം റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ ഒരു നമ്മളിങ്ങനെ റബ്ബിന്റെ അടുത്ത് എല്ലാറ്റിനുമാണ് നമ്മൾ സഹായം ചോദിക്കുന്നത്. റബ്ബ് സഹായിച്ചാലേ നമുക്കൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇബാദത്തുകളെല്ലാം അള്ളാഹുവിനാണ്, സഹായം ചോദിക്കലെല്ലാം നമ്മുടെ റബ്ബിനോടാണ്. ഇങ്ങനെ ഒരു അടുപ്പമായതിനു ശേഷം മാത്രമാണ്, കാരണം ഇബാദത്തുകൾ റബ്ബേ നിനക്കാണ്, സഹായം ചോദിക്കുന്നതും നിന്നോടാണ് എന്ന് പറഞ്ഞ് ആ കണക്ഷൻ സെറ്റായി കഴിഞ്ഞിട്ട് റബ്ബ് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ടോ, എന്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കാൻ റെഡിയാണെന്നുള്ള രീതിയിലാണ് റബ്ബ് അവിടെ നിൽക്കുന്നത്. എന്നിട്ടാണ് ചോദിക്കുന്നത്. ആ ഒരു അടുപ്പം സെറ്റായി, ആ കണക്ഷൻ സെറ്റായതിനു ശേഷമാണ് നമ്മൾ ആവശ്യം, അതായത് ഏറ്റവും നമുക്ക് വേണ്ടുന്ന ആ ഒരു എന്താ പറയുക, നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യത്തിന് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഈ ഒരു നേരായ മാർഗത്തിലേക്കുള്ള ആ ഒരു അല്ലെ, ആ വഴി നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്ന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നേർമാർഗം എന്താണ്? ഖുർആനാണ് അല്ലേ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അടുത്ത സൂറത്തിൽ തന്നെ ഈ ഒരു നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ നമുക്കിപ്പോ പഠിച്ചതൊക്കെ നമുക്ക് അറിയാം. അറിയാത്തവര് ഖുർആനിലേക്ക് ഇറങ്ങാത്തവരാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമ്മൾ ഫാത്തിഹ ഇങ്ങനെയാണ്, ഫാത്തിഹയിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ റബ്ബ് ദാ നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. ദാ ഇതിനുണ്ട് എന്ത് ഹിദായത്ത് ഖുർആനില്. പക്ഷെ അത് കിട്ടുക ആർക്കേ ഉള്ളൂ? മുത്തഖീങ്ങൾക്ക് മാത്രമല്ല. അപ്പം മുത്തഖികളാവാനുള്ള പിന്നീടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അല്ലെ. അത് നമ്മൾ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, ഇബാദത്തുകൾ അല്ലെ. ഇബാദത്തുകളും സഹായം നിന്നോടാണ്. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റബ്ബിനോട് മാത്രം ആക്കുമ്പോൾ തന്നെ നമ്മൾ ആരായിട്ട് മാറാണ്? തഖ്വയുള്ളവരായിട്ട് മാറാണ്. നമ്മുടെ ഓരോ സ്റ്റെപ്പും റബ്ബിന് ഇഷ്ടപ്പെടുമോ? റബ്ബിന് ഇഷ്ടപ്പെടൂലേ അല്ലെ. അങ്ങനെ ചിന്തിച്ച് നീങ്ങുന്നവർ തന്നെയാണ് ആര്? മുത്തഖി എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അവർ തന്നെയാണ് റബ്ബിന്റെ സന്മാർഗത്തിലും റബ്ബിന്റെ അല്ലെ റബ്ബിലേക്ക് എത്തുന്ന ആ എന്താ പറയാ, ഏറ്റവും മഹത്തായ വിജയികളും. സുബ്ഹാനല്ലാഹ്. ഖുർആനും റസൂലിന്റെ സുന്നത്തുമാണ് എന്ത്? നേർമാർഗം എന്ന് പറയുന്നത്. എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ, അതായത് ജീവിതത്തിൽ മുഴുവൻ ആ നേർമാർഗം ഉണ്ടാവണമെന്ന് മാത്രം. സുബ്ഹാനല്ലാഹ്. നമുക്ക് പഠിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മൾ പ്രവർത്തനങ്ങളിൽ മാത്രമാണോ നമ്മൾക്ക് നേർമാർഗം വേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും നമുക്ക് അത് നിലനിർത്താൻ വേണ്ടി സാധിക്കണം. വിവാദത്തുകളിൽ അല്ലെ, ഇബാദത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കുമായിരിക്കും, നമുക്ക് ഏറ്റവും നല്ലതാവണം, അങ്ങനെ ആവണം എന്നൊക്കെ നമ്മൾ വിചാരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് അത് വരുത്താൻ വേണ്ടി സാധിക്കണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആ നേർമാർഗം അല്ലെ, അള്ളാഹു കാണിച്ചു തന്ന മാർഗം ഉണ്ടായിരിക്കണം. സംസാരത്തിൽ വേണം, ജോലിയിൽ വേണം അല്ലെ, എവിടെയും നമ്മൾക്ക് അല്ലെ ഒരു അവിടെ നമ്മൾക്ക് നമ്മളുടെ ഇങ്ങനെയല്ലേ, അതെങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അവരൊക്കെ അങ്ങനെയല്ല, അങ്ങനെ ചെയ്യാം, അതൊന്നും ഇല്ല. റബ്ബ് എങ്ങനെ കാണിച്ചു തന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു തന്നു, ആ രീതിയിൽ തന്നെ നമ്മൾ മാറണം. ഇനിയിപ്പോ നമ്മളൊരു രോഗം വന്ന് നമ്മളതൊരു ചികിത്സ ചെയ്യുമ്പോൾ പോലും നമ്മളല്ലേ, ഡോക്ടറെ കാണിച്ചാൽ പോലും നമ്മൾ റബ്ബിന്റെ അടുത്ത് സഹായം ചോദിക്കണം. സുബ്ഹാനല്ലാഹ്. കാരണം റബ്ബാണ് നമുക്ക് മാറ്റി തരുന്നത്. സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹുൽ അലീം റബ്ബുൽ അർശിൽ അലീം യശ്ഫീഹ്. സുബ്ഹാനല്ലാഹ്. റബ്ബിന്റെ അടുത്ത് നമുക്കില്ലേ ഓരോ കാര്യത്തിനും നമ്മൾ അല്ലെ മരുന്നെടുത്താലും നമ്മൾ ഡോക്ടറെ കാണിച്ചാലും നമ്മൾ എന്ത് കാര്യങ്ങൾ അതിനു വേണ്ടി സൊല്യൂഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നമ്മൾ എന്താണ് ആദ്യത്തെ ചോദ്യം നമ്മൾ റബ്ബിനോട് മാത്രമാണ്. കാരണം സഹായം റബ്ബിനോട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ സഹായത്തിൽ ചോദിച്ചുകൊണ്ട് നമ്മൾ വെറുതെ ചോദിക്കുകയല്ല, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അവിടെയൊക്കെ എന്താണ്, നമ്മുടെ ആ ഒരു ചിന്ത മാറാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ റബ്ബിനോടാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചതെങ്കിൽ റബ്ബ് നമുക്കൊരു നേർമാർഗം കാണിച്ചു തന്നിട്ട് ആ നേർമാർഗത്തിലൂടെ പോകുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ കാര്യത്തിലും നമുക്ക് ആ നേർമാർഗത്തെ റബ്ബ് കാണിച്ചു തന്ന മാർഗത്തിന് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. ദാമ്പത്യത്തിലും അങ്ങനെ, നമ്മുടെ അല്ലെ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള കാര്യത്തിലും അങ്ങനെ തന്നെ. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും ഇന്ന് ക്ലാസ്സിൽ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ പോലും നമ്മൾ ഒരു 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 റോങ് വേ തെറ്റിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ഇങ്ങനെ അങ്ങ് കയറി എളുപ്പമല്ലേ എന്ന് വിചാരിക്കരുത്. അങ്ങനെ കയറിയാൽ സത്യമായിട്ടും സുബ്ഹാനല്ലാഹ്, പക്ഷെ ചിലപ്പോൾ കുറെ ചുറ്റേണ്ടി വന്നേക്കാം. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ബൈപ്പാസിന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് എളുപ്പം ഇതിലേ കയറി അതിലേ അങ്ങ് കയറലാണ്. നമുക്ക് അങ്ങനെ അങ്ങ് കയറിയാൽ പലപ്പോഴും ആൾക്കാർ അങ്ങനെ കാണാറുണ്ട്, റോങ് വേയിലൂടെ കയറുന്നത്. അപ്പോഴും അവിടെ പോലും നമ്മൾ എന്താണ്, നമ്മളെ നേർമാർഗം നമ്മൾ സൂക്ഷിക്കണം അല്ലെ. ആ ഒരു കാര്യം ചെയ്തത് കൊണ്ട് അത് ശരിയല്ലാത്തൊരു കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചുറ്റി വളഞ്ഞാൽ എന്താണ്, നമ്മൾ നേർമാർഗത്തിലാണ്. റബ്ബ് കാണിച്ചു തന്നത് നിയമങ്ങൾ തെറ്റിക്കാതിരിക്കാനാണ് നമ്മളെ റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടെങ്കിൽ അവിടെ പോലും അല്ലെ നമ്മൾ ശ്രദ്ധിക്കാം. അതവിടെ അല്ലെ ഒരു ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞു തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. എന്തായാലും ആ ഒരു ഹിദായ എന്ന അനുഗ്രഹത്തിലൂടെ നമ്മൾ അല്ലെ മുന്നോട്ട് നീ നേടിയെടുക്കുന്ന തഖ്വ അല്ലെ, ഏറ്റവും നമുക്ക് കിട്ടുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ എന്താണ്, അതൊരു മൂലധനം തന്നെയാണ് അല്ലെ. അതാണ് നമ്മളിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ഇന്ന് പുറത്തേക്ക് വരേണ്ടത്. സുബ്ഹാനല്ലാഹ്. അതായത് ഹിദായയിലൂടെ നമുക്ക് കിട്ടുന്നത് തഖ്വ, ആ തഖ്വയിലൂടെ
നമ്മളിൽ നിന്ന് എല്ലാം പുറത്തേക്ക് അല്ലെ പടർന്ന് പന്തലിച്ച് പുറത്തേക്ക് വരണം. ഓക്കെ, നമ്മളെപ്പോഴും ഇബാദത്തുകൾ എന്ന് പറയുന്നത് നമ്മളും റബ്ബും തമ്മിലുള്ള കാര്യമാണ്. ഇത് അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു ആയിട്ടുള്ള നമ്മുടെ ഒരു കണക്ഷനും നമ്മൾ അത് മാറ്റി നിർത്തുക അല്ലെ, റബ്ബും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്താണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ അല്ലെ, നമ്മൾ പുറത്തേക്ക് കാണുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ സ്വഭാവം അല്ലെ, സംസാരം, കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്വഭാവവും സംസാരവും നമ്മളെ പെരുമാറ്റവും അതൊക്കെ തന്നെയാണ് എന്താണ് നമ്മളുടെ പുറത്തേക്ക് കാണുന്ന നമ്മൾ നേർമാർഗത്തിലാണോ അല്ലെങ്കിൽ നമ്മൾ തക്കവയുള്ളവരാണോ എന്ന് കാണിക്കുന്നത് ആ കാര്യങ്ങളാണ്. അതിലും നമ്മൾ പെർഫെക്റ്റ് ആണോ? നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഇഷ്ടക്കേടുകൾ നമ്മളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ഇതിനെ സ്വറാത്തൽ മുസ്തഖീം ചോദിച്ചിട്ട് നമുക്ക് തോന്നിയ പോലെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്ലേ വീണ്ടും വീണ്ടും അതിന്റെ പിന്നാലെ തന്നെ പോവുകയാണെങ്കിൽ, അത് പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും ഹിദായത്ത് ലഭിക്കുകയുള്ളൂ. അത് വേറൊരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അതായത് സന്മാർഗത്തിൽ അല്ലെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ മുന്നേറുകയും അതായത് സന്മാർഗത്തിലൂടെ അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അള്ളാഹു മോർ എന്ത് നൽകും? ഇൽമും നൽകും, അമലും നൽകും. അങ്ങനെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? സുബ്ഹാനല്ലാഹ്, ആയത്ത് പിന്നെ പറയാം, തെറ്റിപ്പോണ്ട വിചാരിച്ചിട്ടാ. അല്ലാഹു അക്ബർ. ഓക്കെ, അപ്പൊ പുറമേക്ക് കാണുന്നത് നമ്മളുടെ അതാണ് ശരിക്കും എന്താണ്, അതായത് നമ്മളെ ഉള്ളിലുള്ള തഖ്വയും കാര്യങ്ങളും ഹിദായത്തും ഒക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളെ പുറമേക്ക് കാണുന്ന സ്വഭാവത്തിലൂടെ തന്നെയാണ്. അപ്പൊ നമ്മുടെ സ്വഭാവം ഏറ്റവും നല്ലതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ നേർമാർഗത്തിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് എന്താണ്, ഒരു കെട്ട സ്വഭാവവും എനിക്കില്ല, എനിക്ക് ഉണ്ടാവരുത്. ഞാൻ പറയാണ്, എനിക്ക് തന്നെ ആഗ്രഹം അതാണ്. പലപ്പോഴും നമ്മൾ മനുഷ്യരാണ്. അപ്പൊ എന്തെങ്കിലും മനുഷ്യരായതുകൊണ്ട് തെറ്റൊക്കെ പറ്റും, പറ്റാണ്ടൊന്നും ഇരിക്കൂല. അപ്പോഴൊക്കെ റബ്ബ് നമുക്ക് ചാൻസ് തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുകയും റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു മടങ്ങി ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക. റബ്ബെ പറ്റിപ്പോയതാണ് പഠിച്ചോനെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വ മൗലാഹ. റബ്ബെ അന്നേരം ആ പറയുന്ന സമയത്ത് നമ്മളെ ഹൃദയം അങ്ങോട്ട് ക്ലീൻ ആക്കി തരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെ. اللهم طهر قلوبنا من الغيل, اللهم طهر قلوبنا من العجب, اللهم طهر قلوبنا من النفاق. ഇതൊക്കെ നമ്മൾ റബ്ബിന്റെ അടുത്ത് നമ്മൾ അല്ലെ ഹസദ് എല്ലാത്തിലും നമ്മളെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാം. എന്നിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ അപ്പൊ അങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് ഹൃദയത്തിനെ ക്ലിയർ ആക്കി. കാരണം ഇതൊക്കെ റബ്ബ് നമ്മളോട് ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആവണം എന്നല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കുകയും പറയുകയും ഇല്ല, അത് പുറത്തേക്ക് കാണിച്ചും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ നല്ലവരായിട്ടൊക്കെ തന്നെ അങ്ങനെ മാറും. സുബ്ഹാനല്ലാഹ്. നമ്മളെ കുറിച്ച് അല്ലെ, നമ്മളെ കുറിച്ച് നമ്മുടെ മക്കളെ കുറിച്ചും ഒക്കെ നമ്മൾ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. ഇതൊക്കെ ഈ നമ്മൾ റബ്ബിന്റെ അടുത്ത് സഹായം ചോദിച്ച് ഹിദായത്തിനെ ചോദിച്ച് അല്ലെ തഖ്വയിലേക്ക് നമ്മൾ അല്ലെ വീണ്ടും വീണ്ടും മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെ, അതിലൂടെ നമ്മൾക്ക് ആരായിട്ടാണ് മാറേണ്ടത്? വജഅൽനാൽ മുത്തഖീന ഇമാമ നമ്മൾ പറയുന്നില്ലേ? വെറുതെ പറയല്ല, വെറുതെ നമ്മളിങ്ങനെ അതിങ്ങനെ പറഞ്ഞു പഠിച്ച ഒരു ദുആ പോലെ ഒരുപാട് ദുആകളുടെ കൂട്ടത്തിൽ വെറുതെ പറയല്ല. കാരണം വജഅൽനാൽ മുത്തഖീന ഇമാമ എന്ന് പറയുന്ന റബ്ബേ അല്ലെ, എത്ര മനസ്സ് തട്ടി നമ്മൾ പറയണ ആ ഒരു കാര്യം. ഇതൊക്കെ ആ സെറ്റാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ആവാൻ പറ്റുള്ളൂ. മുത്തഖീങ്ങൾക്ക് ഞങ്ങൾ ഇമാമാക്കണം. നമ്മൾ മുത്തഖി ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ്. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? മുത്തഖീങ്ങൾക്ക് ഞങ്ങൾ, നല്ല ആൾക്കാർക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കും. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും തന്നെ അപ്പൊ നമ്മളിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ഗുണം കണ്ടിട്ട് ഒരാൾ നമ്മളെ ഫോളോ ചെയ്താൽ നമ്മൾ അതായില്ലേ? അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം അല്ലെ. ഹിദായത്തിലൂടെ നമ്മൾ നേടിയെടുത്ത നമ്മളെ തഖ്വയിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം അല്ലെ നമ്മളിൽ നിന്ന് ഒരാൾ പഠിച്ചു അല്ലെ. അത് ചിലപ്പോൾ നമുക്ക് പറച്ചിലൂടെ അല്ല, നമ്മുടെ വീട്ടിലുള്ള മക്കളാണെങ്കിൽ പോലും നമുക്ക് പറയുന്നത് ചിലപ്പോൾ മക്കൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കോ വലിയ ഇഷ്ടപ്പെടില്ല. പുറത്തുള്ളവരോട് നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മളിൽ നിന്ന് അത് അവർക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അവർക്ക് അല്ലേ ആരായി? നമ്മൾ അവർക്ക് ഇമാമായി. അതേപോലെ നമ്മളെ കൂട്ടുകാരായിരിക്കാം അല്ലെ, അതേപോലെ നമ്മളെ ഫാമിലിയിലുള്ള വേറെ ആരെങ്കിലും ആയിരിക്കാം. ഇപ്പൊ നമ്മൾ എപ്പോഴും കാണുന്നൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും പല ആവശ്യമില്ലാത്ത വിഷയങ്ങളും ചർച്ച ചെയ്യും, പോസ്റ്റ് ഇടും. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാറില്ല. നമ്മൾ ആകെ എന്താ ചെയ്യുന്നത്? വല്ലാതെ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ ആരെയും ശ്രദ്ധിക്കാത്ത രീതിയിലാക്കരുത്. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഖുർആന്റെ ആയത്തോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു മെസ്സേജോ ഒരു ചിന്തിപ്പിക്കുന്ന ഒരു ക്ലിപ്പിങ്ങോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പിലിടും. വേറെ അനാവശ്യമായ വർത്താനങ്ങൾ എന്നാൽ നല്ല കാര്യങ്ങളൊക്കെ വർത്താനം ചോദിക്കുകയും ചെയ്യണം. ഈ ഗ്രൂപ്പിൽ എപ്പോഴും ഇതാണെന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിനെ മൈൻഡ് ചെയ്യാതിരിക്കരുത്. അതിൽ നിന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് മാറി നിൽക്കുന്നവരായി മാറരുത് നമ്മൾ. അവര് ശരിയല്ല, അവരൊക്കെ അങ്ങനെയല്ല. അവർ ശരിയല്ലാത്തവരെയും ശരിയാക്കാനും നമ്മൾക്ക് ബാധ്യതയുണ്ടല്ലോ. നമ്മളങ്ങ് ശരിയാന്ന് പറഞ്ഞ് നമ്മൾ നടക്കാൻ നമ്മൾക്ക് എന്താ അത്ര ഉറപ്പ്? അപ്പൊ നമ്മളെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ശരിയാക്കാന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, അവരിലേക്ക് നമ്മൾ ആ സ്വഭാവം നമ്മൾ
പ്രതിഫലിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മളിൽ ആ ഒരു എന്താണ് നമ്മുടെ ഹിദായത്തും നമ്മുടെ തഖ്വയും ഒക്കെ നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ പറ്റണം. എന്നിട്ട് അതിലൂടെ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് മാതൃകയാവാൻ വേണ്ടി പറ്റണം. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെ ഉണ്ടാവും. നമ്മൾ അറിയാതെ അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചാൽ നമ്മൾ അറിയണം എന്നൊന്നുമില്ല. സുബ്ഹാനല്ലാ, ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മൾ അറിയാത്ത ആൾക്കാർ നമ്മൾ പറഞ്ഞ ഒരു വാക്കോ അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുത്ത എന്തെങ്കിലും ഒരു കാര്യമോ, ഓ നിങ്ങൾ അന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇന്ന കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ. സുബ്ഹാനല്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എല്ലാവരും ഒന്നും പറയണമെന്നില്ല. ചിലപ്പോൾ ചിലർക്ക് അവർക്കൊരു ഭയങ്കര അഭിമാനികൾ, പക്ഷെ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. നാളെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ല. അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ആണെങ്കിലും ഇതിന് പിന്നെ നമ്മൾ ഇതൊക്കെ പറയുകയും റബ്ബിന്റെ അടുത്ത് സിറാത്തുൽ ചോദിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹിദായത്ത് ചോദിക്കുകയും തഖ്വക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫിത്നയും ഫസാദും കാര്യങ്ങളുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ. അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ആൾക്കാർ പരാതിയായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചെയ്തൊരു അമലെടുത്ത് നമ്മൾ ഈ ചോദിച്ച കാര്യങ്ങളെടുത്ത് അല്ലെങ്കിൽ ദുആ എടുത്തിട്ട് അവർക്ക് കൊടുത്ത് നമ്മൾ അമലുകൾ ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥയും വന്നേക്കാം. ഇതുപോലെ നേരെ തിരിച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ഫോളോ ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ആളുകൾക്കും അല്ലെ, അങ്ങനെ നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾക്ക് കനം തൂക്കാനും പറ്റും. ആഗ്രഹിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശരിക്കും ഈ അനുഗ്രഹം കിട്ടിയവരാണ് അല്ലെ, അതായത് ഹിദായത്ത് എന്ന അനുഗ്രഹം കിട്ടിയവരാണ് നേർവഴിയിലായിട്ടുള്ളവർ. അവരാണ് സാക്ഷാൽ വിജയികൾ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇതിന് നേരെ തിരിച്ചു പറയുന്ന അല്ലെ, ആ അൻഅംത അലൈഹിം എന്ന് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും അല്ലെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള സച്ചരിതരായ ആര് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആർ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ, അതായത് പ്രവാചകന്മാർ, സത്യസന്ധന്മാർ, രക്തസാക്ഷികൾ, സച്ചരിതന്മാർ എന്നവരോടൊപ്പമായിരിക്കും. അതായത് എല്ലാ റസൂലുകളുടെയും അതേപോലെ തന്നെ അള്ളാഹു അനുഗ്രഹിച്ച എല്ലാവരുടെയും അല്ലെ സഹാബാക്കളുടെയും സത്യസന്ധന്മാരായ രക്തസാക്ഷികളായ അവരുടെ കൂടെ ആയിരിക്കും ആര് ഇത്തരത്തില് അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിന്റെ ഹിദായത്തിൽ തഖ്വയോടുകൂടി ജീവിച്ചു മരിക്കുന്നവർ, ഹിദായത്തിലായിട്ടുള്ള ആൾക്കാർ, ആ ഒരു യഥാർത്ഥ വിജയികൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതില് അള്ളാഹുവിന്റെ കോപം കിട്ടിയ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, മഗ്ദൂബി അലൈഹിം സുബ്ഹാനല്ലാഹ്. അതായത് അവര് മാർഗം അറിഞ്ഞിട്ടും മറച്ചു വെച്ചവർ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു മുദ്ര വെക്കപ്പെട്ട ആൾക്കാരില്ലേ, ആ ആൾക്കാർ ശരിക്കും അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അവരറിഞ്ഞിട്ട് എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും, അങ്ങനെ തിരിഞ്ഞ് നടന്ന് പിന്നെ അങ്ങനെ തന്നെ സീൽ ചെയ്യപ്പെട്ടവരായിട്ട് മാറിപ്പോകുന്ന, റബ്ബിന്റെ കോപം കിട്ടിയ ആൾക്കാരായിട്ട് മാറും. വഴി പിഴച്ചെന്ന് പറഞ്ഞാൽ അവരിലേക്കൊന്നും എത്തിയിട്ട് തന്നെ ഇല്ല. ഓക്കെ, മാർഗത്തിലേക്ക് എത്താത്ത ആൾക്കാരും അവരെയും അള്ളാഹു അങ്ങനെ വിട്ടേച്ചു. സുബ്ഹാനല്ലാഹ്, വഴിമാർഗത്തിൽ. ഓക്കെ, അപ്പം ശരിക്കും നമ്മളിപ്പോൾ പഠിച്ച ഒരു ഫാത്തിഹ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഒരുപാട് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഐഷ മാമിന്റെ ക്ലാസ്സിന്റെ ലിങ്കും ഫാത്തിഹയെ കുറിച്ചിട്ടുള്ള ക്ലാസ് ഗ്രൂപ്പിൽ ഇടാം, അതും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ മോങ്ങം സാറിന്റെ ക്ലാസ് ഉണ്ട് ഫാത്തിഹയെ കുറിച്ച് എടുത്തത്. വീണ്ടും ഫാത്തിഹ ഇപ്പൊ ഇൻടു അമലിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഇരുന്നതിലൂടെ നമുക്ക് വല്ലതും മനസ്സിലാക്കി മനസ്സിൽ തട്ടിയിട്ട് നമ്മളൊരു നമസ്കരിക്കുന്ന സമയത്ത് ആ ഒരു മുനാജാത്തിന്റെ ഒരു മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും അള്ളാഹു അക്ബർ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ശരിക്കും നമ്മളിപ്പോ പഠിച്ച ഫാത്തിഹയിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഫാത്തിഹ എങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. ശരിക്കും ആദ്യം ഹംദും അല്ലെ റബ്ബിനെ കുറിച്ച് സ്തുതിക്കലും വാഴ്ത്തലും ഒക്കെ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ റബ്ബിന്റെ അടുത്ത് ശരിക്കും അള്ളാഹുവിന്റെ അല്ലെ ആ ഒരു വാഴ്ത്തിക്കൊണ്ട് ഉബൂദിയത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അനുഗ്രഹങ്ങളെ അംഗീകരിച്ചുകൊണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. ഏറ്റവും നല്ല വാക്കായിട്ട് അതിനെ ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് അല്ലെ റബ്ബിന്റെ അല്ലെ ആരാണ് റബ്ബ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ അംഗീകരിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അതന്നെയല്ലേ ഇതിനകത്ത് വരുന്നത്. സുബ്ഹാനല്ലാഹ്. റബ്ബിനെ സ്തുതിച്ചു, വാഴ്ത്തലും പുകഴ്ത്തലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റബ്ബിന്റെ അടുത്ത് വേണ്ട കാര്യവും ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇവിടെ നമ്മളെ നന്ദി പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു സൂറത്തിൽ അല്ലെ. നമ്മൾ റബ്ബിന്റെ എല്ലാ സിഫാത്തുകളും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റബ്ബ് അല്ലെ എന്താണ് റബ്ബുൽ ആലമീൻ റഹ്മാനി റഹീം അല്ലെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റബ്ബിന്റെ അടുത്ത് നന്ദി പറയുന്നത്. അതേപോലെ തന്നെ റബ്ബ് നമ്മുടെ കാരുണ്യം അല്ലെ, കാരുണ്യവാനായ റബ്ബിന്റെ പേരുകൾ നമ്മുടെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുമ്പോൾ അവിടെയും പിന്നീട് റഹ്മാനി റഹീം എന്ന് പറയുമ്പോഴും പിന്നെയും അവിടെ നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട, അവിടെ നമ്മളെ കാരുണ്യം റബ്ബ് പഠിപ്പിക്കുന്നു. കാരണം കാരുണ്യം റബ്ബിൽ നിന്നല്ലാതെ ഇല്ല, നമ്മളിലും വേണ്ടതാണ് എന്ത് ഈ കാരുണ്യം എന്ന് പറയുന്നത്. കാരുണ്യം ഇല്ലാത്തവരെന്ന് പറയുമ്പോൾ എന്താണ്, റബ്ബിന്റെ കാരുണ്യം കിട്ടൂല, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. കാരുണ്യവാനായ റബ്ബ് അങ്ങനെയാണ്. നമ്മള് റബ്ബിന്റെ പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു തരത്തിൽ ഒരു മറ്റുള്ളവരോട് ഒരു ദയോ ഇതോ തോന്നാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് കഥ.
സുബ്ഹാനല്ലാ. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ ആഴങ്ങൾ നമ്മളിലേക്ക് ഇങ്ങോട്ട് വരണം അല്ലേ? സുബ്ഹാനല്ലാ. എന്തായാലും ഇങ്ങനെ ഇബാദത്തുകളിലൂടെ നമ്മുടെ നമസ്കാരങ്ങളിലൂടെ എത്രത്തോളം നമ്മൾക്ക് താഴാൻ പറ്റുമോ അത്രത്തോളം താഴാൻ നമ്മൾ തയ്യാറാകുകയാണ്. റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ, നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ തയ്യാറാകണം. എന്തൊക്കെ റബ്ബ് കൽപ്പിച്ചു അതൊക്കെ നമ്മൾ ചെയ്യണം അല്ലെ. അതാണ് യാക്കൻ അഅ്ബുദു എന്ന് പറയുന്നത് അല്ലെ. എന്തൊക്കെ റബ്ബ് കൽപ്പിച്ചു അതിനൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും നല്ലതായിട്ടുള്ളതൊക്കെ ചെയ്യുകയും വിരോധിച്ചതെല്ലാം ഒഴിവാക്കുകയും ചെയ്യുമ്പോഴാണ് ശരിയായ ഇബാദത്തുകളിലേക്ക് നമ്മൾ എത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം തന്നെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ താഴ്ന്നത് പോലെ അല്ലെ, ഏറ്റവും മുന്നിൽ തെറ്റുകളെല്ലാം നമ്മൾ ഏറ്റു പറയുന്നത് പോലെ തന്നെ എന്താണ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി തെറ്റുകൾ തിരുത്തുന്നത്, അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. റബ്ബിന്റെ മുന്നിൽ നമ്മൾ ഏറ്റവും താഴേണ്ടത് റബ്ബിന്റെ മുന്നിലാണ്. അതേപോലെ തന്നെ എന്താണ് തെറ്റുകൾ ഏറ്റു പറയുന്നത് റബ്ബിന്റെ മുന്നിലാണ്. അതേപോലെ തെറ്റുകൾ തിരുത്തുന്നത് അല്ലെ, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ തെറ്റുകൾ തിരുത്തുന്നത്, വേറെ ആരുടെ മുന്നിൽ നമ്മൾ ചെയ്യില്ല അല്ലെ. ആ ഒരു താഴ്മ നമ്മളിൽ ഉണ്ടാവട്ടെ. ആ ഒരു താഴ്മയിലാണ് നമ്മൾ റബ്ബിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമസ്കാരങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നത് ആ ഒരു കണക്ഷൻ. സുബ്ഹാനല്ലാഹ്. റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അവിടെ ഗഫിർലി ഇത്ര പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ടാവും അല്ലെ. ഇസ്തിഗ്ഫാർ എന്താണ്, എന്ന് പറഞ്ഞിട്ട് അല്ലെ, മുന്തിച്ചതും പിന്തിച്ചതും രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും പരിധി വിട്ട് ചെയ്തതും എനിക്കറിയാത്ത നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ ഒക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ ചോദിക്കുന്നുണ്ട് അല്ലെ. സുജൂദ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു അല്ലെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പൊസിഷനിൽ നിന്ന് എണീറ്റ് നിൽക്കുമ്പോഴും നമ്മൾ പറയുന്ന റബ്ബി ഗഫിർലി വർഹംനി എന്ന് പറയുമ്പോൾ അവിടെയും ആദ്യം പറയുന്നുണ്ട് ഗഫിർലി അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ റബ്ബിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു താഴ്മ അവിടെ നമസ്കാരത്തിലൂടെ നമ്മൾ കാണിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ഹംദും ശുക്രും അല്ലെ. അതുപോലെ നമ്മൾ ഏറ്റവും നല്ല കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നമ്മുടെ ഫാത്തിഹ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തിനെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ സഹായം ചോദിക്കുകയും അല്ലെ ആ സഹായത്തിലൂടെ നീങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ സഹായം കൂടാതെ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചാലും, അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ നമ്മളെ നാവിനെ നിയന്ത്രിക്കണമെങ്കിൽ അല്ലെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ എന്താ പറയാ മാറ്റേണ്ട, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ, ഇതൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ, ഇതൊക്കെ പഠിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് ശരിയാവണില്ല, ഇതിങ്ങനെ നമ്മളിങ്ങനെ നുള്ളിപ്പെറുക്കി ആരോടും പറയേണ്ട, നമ്മൾ തന്നെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. റബ്ബിനോട് ചോദിക്കൂ. റബ്ബിനോട് ചോദിക്കാനല്ല റബ്ബ് പറയണത്. സുബ്ഹാനല്ലാഹ്. ഇബാദത്തുകൾ അള്ളാഹുവിനാക്കിക്കൊണ്ട് സഹായം റബ്ബിനോട് ചോദിക്കണം. എന്തൊരു പ്രയാസത്തിലും അല്ലെ, എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാൽ, എന്ത് ചെയ്യാനും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നാവിനെ നിയന്ത്രിക്കണമെങ്കിൽ പോലും അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇബാദത്തുകളിൽ നമുക്ക് കൺസിസ്റ്റൻസി വരുത്തണമെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഒന്ന് ഇങ്ങോട്ട് നാം വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് ഖുശൂ കിട്ടുന്നത്, ഖുശൂവിന് വേണ്ടിയിട്ട് റബ്ബിനോട് ചോദിക്കാം. അതേപോലെ തന്നെ നമ്മളെ ഈമാൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഓരോരുത്തർക്കും അല്ലെ അത് വരുന്നൊരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ മനസ്സിലാണ്ട് അങ്ങ് തളർന്നു പോകും. എനിക്ക് നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയി പോകുന്നുണ്ട്. അപ്പൊ ഒക്കെ എന്താണ്, ഈമാനിനെ ഉയർത്താനും ഒക്കെ തന്നെ നാവ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്, എപ്പോഴും റബ്ബിനെ കുറിച്ച് ഓർക്കണം, റബ്ബിനെ കുറിച്ച് നമ്മൾ നാവ് അല്ലെ എപ്പോഴും നനവാക്കി വെക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ആരോട് തന്നെ ചോദിക്കണം, റബ്ബിനോട് തന്നെ ചോദിക്കണം. ഈ വർത്താനം പറയുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പരാതികൾ പറയുന്നതിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ്. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിലും പഠിക്കാൻ പറ്റാതിരുന്നാലും ഇനി നമ്മൾക്ക് വീട്ടിലെ നമ്മൾക്ക് ചുറ്റുപാടുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. ചിലപ്പോൾ ടഫായിട്ടുള്ള പാരന്റ്സ് ഉണ്ടാവും അല്ലെ, പ്രായമായ ആൾക്കാരുണ്ടാവും നമ്മുടെ വീട്ടിലൊക്കെ തന്നെ. നമുക്ക് പലപ്പോഴും അവരൊക്കെ നമ്മൾ അള്ളാഹു നമ്മളോട് പറഞ്ഞു അബിൽ വാലിദൈൻ ഇഹ്സാന, അവരുടെ റൂഫ് എന്നുള്ള വർക്ക് അല്ലെ, ഒരു മുഖം ചുളിക്കുക പോലും ചെയ്യരുത് എന്ന് പറയുന്ന സമയത്തൊക്കെ നമുക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ്, അള്ളാഹുവിന്റെ അല്ലെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് അതുപോലും നമ്മൾ അതൊക്കെ ഇബാദത്തുകളായി നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും നമുക്ക് പറ്റായ്മ ഫീൽ ചെയ്യും. ശരിയാണ്. എത്രയൊക്കെ നമ്മൾ തഖ്വയുടെ കാര്യം പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡൗൺ ആയി പോകുന്ന ഒരു സമയമൊക്കെ വന്നേക്കാം. അവിടെ ഇങ്ങനെ ഓരോ ഞാൻ നുള്ളിപ്പെറുക്കി പറയുന്നതെന്ന് വെച്ചാൽ അവിടേക്കുള്ള ഓരോ കാര്യത്തിലും ആയിഷ മാമിന്റെ ക്ലാസ് പറഞ്ഞാണ് ഈ പോയിന്റ്സ് ഒക്കെ തന്നെ അത് കേട്ടിട്ടുണ്ടാവും, ക്ലാസ് കേട്ടവരാണെങ്കിൽ. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരുന്നാലും അനുസരണക്കേടുള്ള മക്കളെ നമുക്ക് സ്നേഹിക്കാനും അവരെ നേർവഴിക്ക് കൊണ്ടുവരാനും ഒക്കെ തന്നെ കെയർ ചെയ്യാനും ഒക്കെ തന്നെ നമ്മൾ എന്തിനു ചെയ്യുക, എല്ലാ കാര്യത്തിലും ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് അങ്ങനെ നമ്മളിപ്പം ഓരോ കാര്യത്തിനും റബ്ബിനോട് സഹായം ചോദിക്കുന്നതും എന്ത് തന്നെയാണ്, ഇബാദത്ത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ദുനിയാവിൽ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തായിട്ട് മാറുകയാണ്, ഇബാദത്തുകളായിട്ട് മാറുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്താണ്, ഏറ്റവും നല്ലതാണ് നമ്മൾ ചെയ്യേണ്ടതാണ്. അവിടെയൊക്കെ റബ്ബിനോട് സഹായം ചോദിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തായി ഏറ്റവും നല്ലതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ എന്താണ് ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിൽ നമുക്ക് അല്ലെ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഒക്കെ തന്നെ എന്താണ് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ എന്താണ് നമുക്ക് റബ്ബിന്റെ അടുത്ത്
റബ്ബ് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റബ്ബിന്റെ അടുത്ത് നമ്മൾ സഹായം തേടുക. എന്തിനും ഏതിനും നമ്മൾ റബ്ബിന്റെ അടുത്ത് സഹായം ചോദിക്കുന്നവരാണ്. അപ്പം ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല സംസാരം, ഏറ്റവും നല്ല ചോദ്യം അല്ലെ, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അതിൽ നമ്മൾ റബ്ബിന്റെ അടുത്തുള്ള ആ ഒരു കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടത്തോടുകൂടി തന്നെ ചോദിച്ചുകൊണ്ട്, ഇഷ്ടത്തോടുകൂടി തന്നെ നമ്മൾ അല്ലെ ആ ഒരു ആസ്വദിച്ചുകൊണ്ട് തന്നെ റബ്ബിന്റെ അടുത്ത് നിന്ന് നമ്മൾ നേടിയെടുക്കുക. പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മരണം വരെ നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇന്ന് ഞാൻ ഹെന്നയുടെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഒരു ഷഹീദായ ഒരാളിന്റെ, ആൾ ഖുർആൻ ഇങ്ങനെ ആസ്വദിച്ച് ഓതുന്നു അവരുടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ. പിന്നെ അവർ മരിക്കുന്ന സമയത്ത് ആരോ ഒരു പിന്നെ റിപ്പോർട്ടറാണ് ആള്. മരിക്കുന്ന സമയത്ത്, കാരണം അള്ളാന്റെ കലാമുമായിട്ട് ഇങ്ങനെ എല്ലാത്തിനോടും കണക്ട് ചെയ്ത് ഓതുന്ന ഒരാളായിരുന്നു. എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു ഖുർആൻ കേൾക്കാനെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഓതുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നസറിനെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ വിജയം വന്നെത്തിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതും കണ്ടു. എന്നിട്ട് മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അൽഹംദുലില്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കുക, നമ്മൾ ഇങ്ങനെ ഖുർആനുമായിട്ട് നമ്മൾ എപ്പോഴും നമ്മളെ കണക്ട് ചെയ്തിട്ടാൽ നമ്മൾക്കും അങ്ങനെ ഒരു മരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ നാവിൽ, അള്ളാഹുവിന്റെ പേര് ഇങ്ങനെ നാവിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമുക്ക് റബ്ബിലേക്ക് മടങ്ങാൻ സാധിക്കണം. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാര്യമാണ് അല്ലെ. ബുദ്ധി നഷ്ടപ്പെടാതെ നമ്മൾ ഓരോരുത്തരും, പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. റബ്ബെ അങ്ങനെയായിട്ട് നമ്മൾ ആയി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആയി പോകണ്ട നമ്മൾ അല്ലെ. നമ്മൾ റബ്ബിന്റെ അടുത്ത് അതിനും സഹായം ചോദിക്കല്ലേ. നമ്മളിപ്പം നമുക്ക് കിട്ടിയ സമയത്ത് നമ്മൾ ഏറ്റവും നല്ല ഇബാദത്തുകൾ ചെയ്തിട്ട് നമ്മൾ റബ്ബിനോട് സഹായം ചോദിക്കുക. റബ്ബേ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, എനിക്ക് വാർദ്ധക്യത്തിന്റെ വിപത്തിനെ തൊട്ട് എന്നെ നീ കാത്തുരക്ഷിക്കുക. നമ്മൾ എപ്പോഴും റബ്ബിനോട് ചോദിക്കുന്നുണ്ട് ചോദ്യങ്ങൾ. നമ്മൾ ഇല്ലേ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ മനസ്സറിഞ്ഞുകൊണ്ട് ചോദിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ മാത്രമേ ഒക്കെ അതിന്റെ അല്ലെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇതിലേക്ക് നമ്മൾ എത്തുള്ളൂ. ആ ഒരു അള്ളാഹുവിന്റെ അല്ലെ ഉത്തരം നമുക്ക് കിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വാർദ്ധക്യത്തിന്റെ വിപത്തിനെ തൊട്ട് അല്ലെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറിഞ്ഞു പോകുന്നത്, പലതരം അസുഖങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ചികിത്സിച്ചാൽ മാറ്റാൻ പറ്റാത്ത അസുഖങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വിചാരിക്കും. ഇന്നലെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു മക്കൾക്ക് കൊടുത്തു തോന്നില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം കുടല് മാറ്റിവെക്കാൻ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് 60 ലക്ഷം രൂപ, അതും 21 വയസ്സായ ഒരു മോന്, നല്ലൊരു മോന്. സുബ്ഹാനല്ലാഹ്. ഫോട്ടോ കണ്ടിട്ട് ഞാൻ വിചാരിക്കും സുബ്ഹാനല്ലാഹ്, കുടൽ റിമൂവ് ചെയ്തത്രേ ഓൾറെഡി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുടൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ. ഒരു വെള്ളം കുടിക്കുക, ഒരു ഭക്ഷണം കഴിക്കുക, എങ്ങനെയാ അതൊക്കെ സാധിക്കുക, എങ്ങനെയാ അത് മാറ്റിവെക്കുക, എങ്ങനെയാ അതൊക്കെ നടക്കുക. റബ്ബായിട്ട് നമുക്ക് തന്ന ആ ഒരു കുടലെന്ന അനുഗ്രഹത്തിൽ നമ്മൾ റബ്ബിന്റെ അടുത്ത് നന്ദി പറയണ്ട. ബാത്റൂമിൽ പോകുമ്പോൾ ഇറങ്ങുമ്പോൾ മനസ്സറിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പൊറുക്കലിനെ ചോദിച്ചു ഒഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാൻ, നമ്മൾ അങ്ങനെ പറയണ്ട റബ്ബിന്റെ അടുത്ത്. ഒരു മനസ്സറിഞ്ഞുകൊണ്ടൊരു അൽഹംദുലില്ലാ അവിടെയും നമ്മൾ പറയണ്ടേ. പറയാൻ മറക്കുന്നുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ്. നമുക്ക് എല്ലാവർക്കും പഠിച്ചോനെ പുറത്തു തരട്ടെ. പല സമയവും നമ്മൾക്ക് അല്ലേ, കുറേ സമയം നമ്മൾ പകുതി സമയം ചിലപ്പോൾ നമ്മളൊക്കെ എന്തോ ഒരു ഓർമ്മയില്ലായ്മയിൽ, അറിവില്ലായ്മയിലൊക്കെ അങ്ങനെ ആയിപ്പോയി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയ ഒരു സമയം മുതൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മൾ റബ്ബിന്റെ മാർഗത്തിൽ മുന്നോട്ട് നീങ്ങാനാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൽമ കൊണ്ടും അമല് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ശുക്റുള്ളവരായിട്ട് അള്ളാഹു തന്ന ഈ ഓരോ അനുഗ്രഹങ്ങളും അല്ലെ, നമ്മുടെ നമ്മുടെ ശരീരവും നമ്മളുടെ ധനവും നമ്മളുടെ സമ്പത്തും നമ്മളുടെ മക്കളും നമ്മളുടെ കാര്യങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അല്ലെ ആക്കിക്കൊണ്ട് തന്നെ ഇല്ലേ ഫീ സബീലില്ലാഹ് എന്നുള്ള രീതിയിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഖുർആൻ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഇല്ലേ നമ്മൾ പറയുന്ന പോലെ തദബ്ബുർ ചെയ്തുകൊണ്ട് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ദുനിയാവിൽ റബ്ബിന്റെ പ്രിയപ്പെട്ട അടിയാന്മാരായിട്ട് അല്ലെ ഇബാദുർ റഹ്മാനായിട്ട് ജീവിക്കാൻ സാധിക്കണം. റബ്ബെ ഞങ്ങൾ എല്ലാവരെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടുന്ന, നിന്റെ അടുക്കൽ തന്നെ സാമീപ്യം ലഭിക്കുന്ന ആ കുറച്ച് ആൾക്കാരില്ലേ, ഖലീലും മിനൽ ആഖിരീൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് ആൾക്കാർ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് എങ്ങനെ ആ കൂട്ടത്തിൽ പറ്റുകയെന്ന് അറിയില്ല. സുബ്ഹാനല്ലാഹ്. ഖലീലായിട്ടുള്ള ആൾക്കാരിൽ ഉൾപ്പെടാൻ റബ്ബേ ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ളൊരു ഹെൽപ്പ് നിന്നിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ഞങ്ങളെ മനസ്സ് എപ്പോഴും നിന്നിലേക്ക് തിരിച്ച് നിർത്താൻ നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ റബ്ബേ എപ്പോഴും ഞങ്ങളെ ഇതിൽ തന്നെ കണക്ട് ചെയ്തിട്ടുകൊണ്ട് ഞങ്ങളെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നിന്നിലേക്ക് എത്തുന്ന ആ ഒരു അവസാനം സമയം. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا تقبل منا ودعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغيرا يا مقلب القلوب ثبت قلوبنا على دينك يا مقلب القلوب ثبت قلوبنا على دينك يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب اللهم إنا نسألك حسن الخاتمة اللهم إنا نسألك حسن الخاتمة اللهم إنا نسألك حسن الخاتمة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا آمين آمين يا رب العالمين السلام عليكم ورحمة الله وبركاته. Recording on Banu.